കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്കായി നന്ദി പറയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. കർത്താവ് ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല, ദോഷം ചെയ്യത്തില്ല, രോഗം തരില്ല. ഹൃദയത്തിന്റെ നീതിയിൽ വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷക്കായി ഏറ്റുപറയുകയും ചെയ്യണം. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ നയിക്കുന്നത്. നമ്മൾ ഇന്നലെ കുറെ കാര്യം എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് പറയുന്നതുകൊണ്ടാണ്, എങ്കിലും പറഞ്ഞകളെല്ലാം കറക്റ്റാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നവരാകരുത്, പ്രചരിപ്പിക്കരുത്, നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുവാൻ ഇടയായിത്തീരരുത്. വിശ്വാസവും കേൾവിയും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും എല്ലാം ഒരിക്കലും ദൈവം നമ്മളെ തകർക്കുന്ന ദൈവമല്ല, ദൈവം നമ്മളെ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. തടസ്സങ്ങളെ മാറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നലത്തെ അതിൻ്റെ ഒരു തീം. ആ ഒരു ഹെഡിങ് അതായിരുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കട്ടെ. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ വചനങ്ങളെ കേട്ട് ശക്തിപ്പെടാം. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തികളെ ചെയ്യുന്നതാണല്ലോ, വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നതാണല്ലോ. ഡബിൾ ക്ലിക്ക് ചെയ്തു. നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഇന്നും തുടർമാനമായിട്ട് കർത്താവിന്റെ വചനങ്ങൾ നമ്മൾ FAC ലേഖനമായിരുന്നു ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഒന്ന് വീണ്ടും വ്യത്യാസങ്ങൾ വന്നു എങ്കിലും വീണ്ടും നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യം തന്നെ ഇവിടെ പറയുന്നത്, കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടവരാവുന്നു. നാം ചെയ്തു പോകേണ്ടതിന് ദൈവം നമ്മളെ മുന്നൊരുക്കിയിരിക്കുന്നു. അവയാൽ നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിന്റെ കയ്യാൽ പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവരായിരുന്നു, അഗ്രചർമ്മിക്കാർ എന്ന് വിളിക്കപ്പെട്ടവരായിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാത്തുള്ളവരും ഇസ്രായേൽ പൗരത്തോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന് നിയമത്തിനും അന്യനും പ്രത്യാശ ഇല്ലാത്തവരുമാകുന്നു. നമ്മൾ ഗലാത്യ ലേഖനം ധ്യാനിച്ചപ്പോൾ പറഞ്ഞിരുന്നു, മറ്റൊരു സുവിശേഷം ആ കാലഘട്ടത്തിൽ എല്ലാവരുടെയും ഇടയിലേക്ക് കയറിക്കൂടി. മറ്റൊരു സുവിശേഷം എന്താണ്? മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് യേശുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാര് അവര് പറയുന്നു, നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിലേക്ക് വരണമെങ്കിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കൽപ്പനകളും അതും ഇതുമല്ല അനുസരിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ ലഭിക്കത്തുള്ളൂ എന്ന് അവരെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോസ്തലനായ പൗലോസ് ലീഗ ആത്മാവിൽ പറയുകയാണ്. ഒന്നാമത് അദ്ദേഹം പറയുന്നു, 8-ാമത്തെ വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. നോക്കിക്കേ, അപ്പൊ ആദ്യം തന്നെ പറയുന്നു, ഒന്ന്, നിങ്ങൾ കൃപയാലാണ് വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ഇനി 11-ാമത്തെ വാക്യത്തിൽ 12-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയാൽ അവിടെ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാത്തവരും ഇസ്രായേൽ
പൗരത്വത്തോട് ബന്ധമില്ലാത്തവരും വാക്തത്വത്തിന് നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമാകുന്നു. അപ്പൊ ദൈവമില്ലാത്തവരെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു ദൈവമേ ഉള്ളൂ, ഏക സത്യ ദൈവം മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നിനെയും ദൈവമായിട്ട് ദൈവം എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ദൈവമില്ലാത്തവർ എന്ന് പറയുവാൻ കാരണം. നോക്കിക്കേ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരത്തോട് സംബന്ധമില്ലാത്തവരും ആകുന്നു. അപ്പൊ നമുക്ക് യേശുവിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇസ്രായേൽ പൗരത്വം ലഭിക്കുന്നു. ഇസ്രായേൽ പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ പൗരത്വമല്ല, പിന്നെയോ വാക്തത്വ സന്തതി എന്ന പൗരത്വം. വാക്തത്വങ്ങൾ നമുക്ക് അവകാശങ്ങളായി ദൈവം നമുക്ക് തരുന്നു. എങ്ങനെ? ക്രിസ്തുവിലൂടെ നമ്മുടെ മേലേക്ക് ഇതെല്ലാം വരുന്നു. അപ്പൊ ക്രിസ്തുവിലൂടെ ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഇതെല്ലാ ജീവിതത്തിന്റെ അകത്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പ്രവൃത്തി തലത്തിലേക്ക് നമ്മൾ ഈ അനുഗ്രഹങ്ങളെ മുഴുവൻ കൊണ്ടുവരണം. ഞാനൊരു സ്ഥലത്ത്, ഞാൻ സ്ഥലമൊന്നും പറയത്തില്ലല്ലോ, അപ്പൊ സ്ഥലമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായി പോകും. ഞാനത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ സാമ്പത്തിക അനുഗ്രഹങ്ങളെ പറ്റി ഒരു പ്രത്യേക ഒരു വചന ധ്യാനം നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. സാമ്പത്തിക അനുഗ്രഹങ്ങൾ, അതിൽ മിറക്കിൾ മണികൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളതൊക്കെ ഒന്നും കൂടെ നമ്മൾ വീണ്ടും ആഴമായിട്ട് അതിനെ എടുക്കുന്നുണ്ട്. അപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ ആക്റ്റീവ് ആക്കി എടുക്കണം. എങ്ങനെയാണ് ആക്റ്റീവ് ആക്കി എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ കുറേ കാലം മുമ്പ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഒരു കുറേ കാലം മുമ്പ് ഒരു വിശ്വാസത്തിൽ. അപ്പൊ അവര് വലിയ സാമ്പത്തിക കടഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കടഭാരമാണ്. വീടിന്റെ അവർക്ക് ഒത്തിരി കണ്ടവും എന്താ പറയുന്നത്, ഒത്തിരി സ്വത്തുക്കളൊക്കെ ഉള്ളവരാണ്. അതായത് കണ്ടമുണ്ട് അവർക്ക്. കണ്ടം എന്ന് പറഞ്ഞാൽ വയലൊക്കെ ഒത്തിരി ഉള്ളവരാണ്. അപ്പൊ ഇവര് വലിയ എന്താ പറയുന്നത്, സാമ്പത്തികമായിട്ട് എല്ലാം ഉള്ളവരാണെങ്കിലും ഒന്നുമില്ലാത്തവരെ പോലെ ആധാരമെല്ലാം പണയം വെച്ച് വർഷങ്ങളായിട്ട് ഇവര് സാമ്പത്തികമായിട്ട് ഒരു വിശ്വാസികളാണ്. പക്ഷെ വർഷങ്ങളായിട്ട് ഇവര് ഈ ബാങ്കിന്റെ അകത്ത് പണയം വെച്ച്, കൃഷി ഉണ്ടോന്ന് വെച്ചാൽ കൃഷിയുണ്ട്, എല്ലാ വർഷവും കൊയ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ശേഷിപ്പില്ല. അതായത് വീടിന്റെ ആധാരം പോലും ബാങ്കിൽ നിന്ന് എടുക്കുവാൻ ഇവർ കഴിയുന്നില്ല. പക്ഷെ ഇഷ്ടംപോലെ സ്വത്തുണ്ട്, വയലുണ്ട്, നെല്ലുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്, അവരോട് വചനം പറയാൻ ഇടയായിട്ടുണ്ട്, ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഇടയായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഓർത്തോണം, വചനം കേട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, കേൾക്കുന്ന വചനം ജീവിതത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം പ്രാക്ടീസ് ചെയ്യണമെന്ന് പറ. നമ്മളൊരു വ്യക്തിയെ ജോലിക്കെടുക്കുമ്പോൾ ഒരു ജോലിക്ക് ഒരു കമ്പനിയിലേക്ക് ഒരാളെ എടുക്കുന്ന സമയത്ത് ആദ്യം കമ്പനിക്കാർ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യും, അല്ലേ? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും എല്ലാം നോക്കിയിട്ട് രണ്ടാമത്തെ ഒരു മെയിൻ പോയിന്റ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉള്ള ആളാണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പലപ്പോൾ പറയും, ഇല്ല എനിക്ക് നല്ല പഠിപ്പുണ്ട്, ഫസ്റ്റ് റാങ്ക് ഉണ്ട്, എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, എനിക്ക് എല്ലാത്തിലും മാർക്കുണ്ട്, എല്ലായിടത്തും ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു, കോളേജിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഞാനായിരുന്നു, ഇതെല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, എത്ര വലിയ എക്സ്പേർട്ട് ആണെങ്കിലും എത്ര വലിയ റാങ്ക് ഹോൾഡർ ആണെങ്കിലും അവർ ജോലി കൊടുക്കോ ഇല്ലയോ? ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അവർ ജോലി കൊടുക്കോ ഇല്ലയോ? ആമേൻ. അപ്പൊ അത്രയും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ ഉപയോഗിച്ച പഴക്കം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഒരു ജോലി സ്ഥാപനത്തിൽ നിങ്ങളെ എടുക്കത്തുള്ളൂ. ഓർത്തു നോക്കിയേ, പഠിപ്പ് പോരാ, പഠിപ്പ് പ്രയോജനപ്പെടുത്തിയതിന്റെ എക്സ്പീരിയൻസ് വേണം. ഇതേപോലെ വിശ്വാസ ജീവിതത്തിൽ വചനം അറിയുകയും വചനം പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഭവനത്തിലേക്ക് പോകുന്ന സമയത്ത് അവര് വലിയ കടഭാരത്തിന്റെ അകത്താണ്. ഇവർക്ക് ഒരു കണ്ടമുണ്ട്, കണ്ടമൊക്കെ എന്താ പറയുന്നത്, കൃഷി ഉണ്ടെങ്കിലും അതിന്റെ എല്ലാ ആധാരം ബാങ്കിൽ കൊണ്ട് വെച്ചേക്കുവാണ്. ഈ ലൈവിൽ കാണുന്നവർക്ക്, നിങ്ങൾക്ക് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ പ്രേയറിന്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ സൂമിൽ ലൈവിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് അത് അറിയാത്തവരാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് പ്രയോജനപ്പെടുമാറുടെ ഇടയ്ക്ക് ഞാൻ വീണ്ടും ഒന്ന് ഓർപ്പിക്കാം, പലരും ലിങ്ക് ചോദിച്ച് മെസ്സേജ് അയക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ നോക്കിയേ, അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം ഇവർ വലിയ കടഭാരത്തിന്റെ അകത്ത് കടന്നു പോകുന്നവരാണ്. കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ,
വളരെ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന ഒരു യൂട്യൂബറിന്റെ ഇന്റർവ്യൂ ഞാൻ കാണാൻ ഇടയായി തീർന്നു. ആ ഇന്റർവ്യൂവിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഞാൻ പോയി ജോലിയൊന്നും ഇല്ലാതെ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു കണ്ടത്തിൽ പോയി മീൻ പിടിച്ചു. അങ്ങനെ ആ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ ഇട്ടു. അങ്ങനെ ആ വീഡിയോ ഇപ്പം ഇങ്ങനെയായി കുറേ കാലത്തോളം മീൻ പിടിക്കുന്നു, വീഡിയോ ഇടുന്നു, മീൻ പിടിക്കുന്നു. അങ്ങനെ ഇട്ടിട്ട് ഇപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ലൈഫ് ഇപ്പം സെറ്റിലായി, കോടികൾ എനിക്ക് വരുമാനമുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുവാണ്, ഈ കണ്ടത്തിലെ വീടിൻ്റെ അകത്തിരുന്നുകൊണ്ടാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവർ രക്ഷപ്പെട്ടിട്ടില്ല. ഇവരുടെ കണ്ടത്തിൽ വന്നുകൊണ്ട് മീൻ പിടിച്ച്, ഒന്ന് ആലോചിച്ച് നോക്കി, ആ കണ്ടത്തിൽ വന്നുകൊണ്ട് ജോലിക്കില്ലാതെ എന്താ പറഞ്ഞത്, അതായത് പഠിച്ചിട്ട് ജോലി കിട്ടാത്ത ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് മീൻ പിടിച്ച് ആ വീഡിയോ ചുമ്മാ യൂട്യൂബിലിട്ട് ഇന്ന് കോടികളുടെ വരുമാനം ഉള്ളവനായി മാറുമ്പോൾ മാസങ്ങളോളം അവരെ കണ്ടെത്തി വന്നിരിക്കും. ഇവരത് കാണുന്ന പോലും ഉണ്ടെന്ന് അറിയത്തില്ല, ഇനിയിപ്പോൾ ശ്രദ്ധിക്കത്തില്ല. കാര്യം ഏക്കർ കണക്കിന് കണ്ടമുണ്ട്, പക്ഷെ ഇവർ രക്ഷപ്പെടുന്നില്ല. ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇവരുടെ ഇതേ കണ്ടത്തിൽ ഒരു പ്രയോജനമില്ല, രക്ഷപ്പെടുന്നില്ല, നന്മയില്ല, ജപ്തി കിടക്കുന്ന ഇവരുടെ കണ്ടത്തിൽ ഇത് ഒരാൾ വന്ന് മീൻ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ആ മനുഷ്യൻ ഇപ്പൊ എന്തായി തീർന്നു? വലിയ ധനാഢ്യനായ ഒരു മനുഷ്യനായിട്ട് മാറി. അപ്പൊ ആലോചിച്ച് നോക്കി, നമുക്ക് ദൈവം നന്മ തന്നെങ്കിലും ആ നന്മ പ്രയോജനപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ആ വചനം പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് അറിയില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ ഇതേപോലെ തന്നെയാണ്. മറ്റുള്ളവർ നന്മ കാണുമ്പോൾ നമ്മൾ പറയും, കർത്താവേ എന്തുകൊണ്ട് എനിക്ക് ലഭിക്കുന്നില്ല? ശ്രദ്ധിച്ചോണേ, ഇവിടെ വചനം പറയുന്നു, ഒന്ന്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ, അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ നമ്മൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് അത് പറഞ്ഞതുകൊണ്ടാണ് സാമ്പത്തിക അനുഗ്രഹത്തിന്റെ ആ വചന ധ്യാന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കും. ദൈവം തന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവ് ഇടയാക്കും. നോക്കുകയെ, ആദ്യം പറയുന്നത്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാത്തവരും ഇസ്രായേൽ പൗരത്തോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരും പരദേശികളും ലോകത്തിൽ ദൈവമില്ലാത്തവരും ഓർത്തുകൊള്ളുക. മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരിക്കും, നിങ്ങൾ ഇപ്പോഴോ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥർ ആയിരിക്കുന്നു. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോണം. ക്രിസ്തുവേശുവിനെ കൂടാത്തവരും ഇസ്രായേൽ പൗരത്വമില്ലാത്തവരും വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരായിരുന്നു നമ്മൾ. അപ്പൊ നോക്കിക്കേ, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, യേശുവിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇസ്രായേൽ പൗരത്വം. നോക്കിക്കേ, ഞാൻ പറയുന്നതല്ല, ഇസ്രായേൽ പൗരത്വം. എന്തിനാണ് ഇസ്രായേൽ പൗരത്വം? ഇസ്രായേലിൽ പോകാൻ വേണ്ടിയല്ല, യഹൂദ എൻ്റെ ഇടയിൽ ജീവിക്കാൻ വേണ്ടിയല്ല. പകരം എന്താണ് ഇസ്രായേൽ പൗരത്വം എന്ന് പറഞ്ഞാൽ? ദൈവം ആദ്യം തെരഞ്ഞെടുത്ത ഒരു ജാതി, ഒരു കൂട്ടം. അവരോട് തമ്പുരാൻ കുറേ വാഗ്ദത്തം കൊടുത്തു. ഈ വാഗ്ദത്തം എങ്ങനെയാ പ്രവർത്തിക്കുന്നറിയാവോ? ഇവര് ജന്മം കൊണ്ട് അനുഗ്രഹമായി തീരും. അതായത് നിങ്ങളിപ്പോ ഒരു ഉദാഹരണമായിട്ട് പറയാം, നമ്മളിപ്പോ കർത്താവേ എനിക്കൊരു അനുഗ്രഹം തരണേ എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇവർ ഓൾറെഡി വാഗ്ദത്തത്തിന്റെ അകത്ത് ജനിച്ചവരായതുകൊണ്ട് ഇവിടെ ജനിക്കുന്ന തലമുറകൾ എവിടെ തൊട്ടാലും അവർ അനുഗ്രഹിക്കപ്പെടും. ഇതാണ് അനുഗ്രഹം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. അപ്പം ജനിക്കുന്ന എല്ലാവരുടെ മേൽ ഈ അനുഗ്രഹമുണ്ട്, ജനിക്കുന്ന എല്ലാവരുടെ മേൽ അനുഗ്രഹമുണ്ട്. പക്ഷെ ഈ അനുഗ്രഹം മറ്റൊരാൾക്ക് ലഭിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ അവർ കരയണം, ദൈവസന്നിധിയിൽ അവർ എന്ത് ചെയ്യണം? നിലവിളിക്കണം. ദൈവത്തിന് കരുണ തോന്നിയാൽ കിട്ടും. എന്റെ കാരണം എന്നറിയാവോ? ജന്മം കൊണ്ട് അവർക്ക് വാഗ്ദത്തങ്ങൾക്ക് അവർ അവകാശികളാണ്. അതായത് അവരോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എങ്ങനെയാണ്? ആവർത്തന പുസ്തകം നമ്മൾ പലപ്പോഴും പറയുന്നതല്ലേ? ആവർത്തന പുസ്തകം മുഴുവൻ വാക്യത്തിൽ പറയും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കത്തില്ല. അതിനുവേണ്ടി നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നീ അനുസരിക്കണം. ശ്രദ്ധിച്ചു നോക്കി, അപ്പൊ ജന്മം കൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടാറ്. അപ്പൊ യേശുവിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിലേക്ക് വരുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പൗരത്വം ലഭിക്കുന്നു. അപ്പൊ പൗരത്വം ലഭിച്ചാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൗരനായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത, ജന്മം കൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ നന്മകൾക്കും നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട, അത് മുഴുവനും നിങ്ങളുടെ പേർക്ക് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഒരു ചോദ്യം, ബ്രദറെ, അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? വേണ്ട. ശ്രദ്ധിച്ച്, വാഗ്ദത്തം ലഭിച്ച വ്യക്തി അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട. വാഗ്ദത്തം ഇല്ലാത്തവരെ പറ്റി ബൈബിൾ പറയുന്നു, നിങ്ങൾ മുമ്പേ ദൂരസ്ഥരായിരുന്നു. നോക്കിക്കോ, വാക്യം കണ്ടു, ദൂരസ്ഥരായിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങളുടെ വീട്ടിൽ ജനിച്ച മകൻ
നിങ്ങളുടെ വീട്ടിൽ ജനിച്ച മകന് ആ വീടിന്റെ പറമ്പോ വീടോ ഏതെങ്കിലും ഒരു പോർഷൻ അവൻ ചോദിക്കുക, അപ്പാ എനിക്ക് ആ പറമ്പിന്റെ 8 സെന്റ് സ്ഥലം, ഒറ്റ മോനെ ഉള്ളെന്നിരിക്കട്ടെ, അല്ലെ വേണ്ട 2 മക്കൾ, ഒരു മോനായിക്കോട്ടെ, ഒറ്റ മോനോ ഉള്ളൂ, 10 ഏക്കർ സ്ഥലമുണ്ട്. മകൻ വന്നിട്ട് ചോദിക്കുക, അപ്പാ പ്രായപൂർത്തിയായപ്പോൾ ചോദിക്കുക, അപ്പാ എനിക്ക് ആ 10 ഏക്കർ സ്ഥലത്തിന്റെ അകത്ത് ഒരു 10 സെന്റ് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം തെറ്റാണ്. അങ്ങനെ ഒരു ചോദ്യം ആ കുടുംബത്തിൽ തെറ്റാണ്. കാര്യം നീ ജനിച്ചപ്പോൾ തന്നെ 10 ഏക്കറിന് അവകാശിയാണ്. കണ്ടോ, ജന്മം കൊണ്ട് നീ അവകാശിയാണ്. ഇതേപോലെ ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരായിരുന്നു നമ്മൾ. പക്ഷെ യേശുവിലേക്ക് വന്നപ്പോൾ നമുക്ക് ഇസ്രായേൽ പൗരത്വം ലഭിച്ചു. അതായത് അബ്രഹാമിനോട് പറഞ്ഞ മുഴുവൻ വാഗ്ദത്തങ്ങൾക്കും ഇപ്പോൾ യേശുവിൽ വീണ്ടും ജനിക്കുമ്പോൾ ഞാൻ അവകാശിയായി മാറിയിരിക്കുന്നു. ആമേൻ. ഇനി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അനുഗ്രഹം കിട്ടാൻ വേണ്ടി. അപ്പൊ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണ്ട എന്ന് ബ്രദർ പറയുന്നു? ഒരു ചിന്ത വന്നില്ലേ? അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചത് അങ്ങനെയല്ല, പ്രാർത്ഥിച്ചാലേ കിട്ടത്തുള്ളൂ. നോക്കിക്കേ, എന്താണ് പ്രാർത്ഥനയെന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. പുതിയ നിയമത്തിലെ പ്രാർത്ഥനയെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആഴത്തിൽ പോകുന്നില്ല, ജസ്റ്റ് തൊട്ടു പോവുകയാണ്. ആദ്യം പറയുന്നു, നിങ്ങൾ മുമ്പേ ദൂരസ്ഥരായിരുന്നു, നിങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ആ ഒരു കണ്ടത്തില് അല്ലെങ്കിൽ ആ വയലിന്റെ ഉടമസ്ഥര് സാമ്പത്തികമായിട്ട് ഞെരുങ്ങുക, അവർ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുക, അവരുടെ ജീവിതത്തിന്റെ അകത്ത് ആ സാമ്പത്തിക വിടുതൽ ഉണ്ടാകുന്നില്ല. ഞാൻ അവരോട് പോയിട്ട് പലതവണ വചനം പറഞ്ഞെങ്കിലും ഈ കേട്ട ചില വാക്കുകൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ, പഴഞ്ചൊല്ല് പോലെ, നമ്മൾ ആദ്യം കേൾക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കും വിശ്വാസമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, യൂട്യൂബറിന് ഇന്റർവ്യൂ കണ്ട സമയത്ത്, ഞാൻ യൂട്യൂബറിന്റെ പേരൊന്നും പറയാത്തത്, നമ്മളിപ്പോൾ ആ വിഷയമല്ലോ നമ്മൾ സ്റ്റേൺ ചെയ്തത്. അയാള് ജോലിയില്ലാതെ അദ്ദേഹം വല്ലാതെ സ്ട്രഗിളിൽ കടന്നു പോകുമ്പോൾ വെറുതെ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാ. ആ മനുഷ്യൻ അവിടെ അതായത് അവര് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ കണ്ടെത്തിയിരുന്നു കൊണ്ട്, അതേ വയലിരുന്നു കൊണ്ട് ഒരു സാധാരണ കുഞ്ഞു മീനെ പിടിച്ചപ്പോഴേക്കും അവന്റെ ജീവിതം മാറിയെങ്കിൽ എന്തുകൊണ്ട് അവർ രക്ഷപ്പെടുന്നില്ല? അവർക്ക് എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നന്മ കാണുന്നില്ല? ഇത് തന്നെയാണ് നമ്മളോടുള്ള ചോദ്യം. ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ ഈ വചനം മുഴുവൻ കേട്ടു, വലിയ സംഭവമാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം, ക്രിസ്തുവിന്റെ അനുഗ്രഹം, ഇസ്രായേലിന്റെ അനുഗ്രഹം, ആ അനുഗ്രഹം, ഈ അനുഗ്രഹം, ഈ വാഗ്ദത്തങ്ങൾ, ഇതൊക്കെയും കേട്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് അത് വരാത്തതിൻ്റെ പ്രധാന കാരണം എന്നറിയാവോ? എൻ്റെ ബോധ മനസ്സിലാണ് ഇത് പതിയാത്തത്. ഒന്നുകൂടെ ഞാൻ പറയാം, എൻ്റെ ബോധ മനസ്സിലേക്ക് ഇത് പതിയുന്നില്ല. എന്താണ് പതിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാൻ, നമ്മൾ പലപ്പോഴും നമ്മുടെ അകത്തിരിക്കുന്ന അണ്ടർസ്റ്റാൻഡുകളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ആരാന്നുള്ള ബോധ്യം എപ്പോഴും നിങ്ങളുടെ ഉള്ളത്തിൽ വ്യാപരിക്കണം. നിങ്ങൾക്കറിയാം, യേശുക്രിസ്തു വന്നിട്ട് കർത്താവ് സുവിശേഷം പറയുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഇന്നയാളെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇസ്രായേലിൽ ഒരു പൗരൻ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ. നോക്കിക്കേ, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ, നീ അബ്രഹാമിനേക്കാൾ വലിയവനോ? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ആ ചെറുപ്പക്കാരൻ അബ്രഹാം ഞങ്ങളുടെ പിതാവാന്ന് പറയുന്ന സമയത്ത് ഒരു ചോദ്യം, അബ്രഹാം മരിച്ചിട്ട് 4000 വർഷമായില്ലേ, അല്ലെങ്കിൽ 2000 വർഷമായില്ലേ, പിന്നെ എങ്ങനെയാ സഹോദര നിനക്ക് അബ്രഹാം പിതാവാകുന്നത്? കൊണ്ട് അവൻ ചെറുപ്പം മുതൽ അവൻ പഠിച്ചു വന്നേക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ, വാഗ്ദത്തമുള്ളവർ, ദൈവത്തിന്റെ ജനം. അവന്റെ ബോധ മനസ്സിൽ അവന് നല്ല ഉറപ്പാണ് അവൻ ആരാണെന്നുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്ക് വചനം കേൾക്കുമ്പോഴെങ്കിലും, വചനമൊക്കെ നമ്മൾ കേൾക്കുമ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഈ ബോധം കയറുന്നില്ല. ഞാൻ ആരാണ്? ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്. ഞാൻ കർത്താവിനാൽ വാഗ്ദത്തങ്ങൾക്ക് മുഴുവനും അവകാശിയാണ്. ഇത് മുഴുവനും ഇനി ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയാ. നിങ്ങൾ ഈ വാഗ്ദത്ത വചനം മൊത്തം കേട്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ജന്മം കൊണ്ട് ഒരു വ്യക്തി അവകാശമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പയ്യന്റെ വീട്ടിൽ അവൻ ജനിക്കുമ്പോൾ തന്നെ അവൻ ആ വീട്ടിൽ ഉടമസ്ഥനാണ്, ആ 10 ഏക്കർ സ്ഥലത്തിന്റെ അവകാശിയാന്ന് പറഞ്ഞു. അപ്പോൾ അവന് 10 ഏക്കർ സ്ഥലം കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. അതിൻ്റെ അകത്ത് അവന് മനസ്സിലാകുന്നുണ്ട് ഇതെൻ്റെതാണ്, ആധാരത്തിൽ പേരുണ്ട്, ഇതെല്ലാം ഓക്കെയാണ്. അപ്പൊ ഇവൻ അറിയാം 10 ഏക്കർ സെന്റ് സ്ഥലത്തിന്റെ അകത്ത് 10 സെന്റ് സ്ഥലത്തിന് അതും എൻ്റെ അവകാശമാണെന്നറിയാം. അങ്ങനെയെങ്കിൽ ഈ വചനമെല്ലാം കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബൈബിൾ 66 പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ പെരക്കകത്ത്, നിങ്ങളുടെ വീടിൻ്റെ അകത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ അത് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
വിശ്വസിക്കണം. വചനത്തിൽ വിശ്വസിക്കണം. അവകാശിയാന്ന് ഏറ്റു പറയണം. വിശ്വസിക്കണം. ഞാൻ അവകാശിയാണ്. അങ്ങനെ അവകാശമാക്കി അവകാശിയാന്ന് വിശ്വസിക്കണം, വായ കൊണ്ട് പറയും. വചനം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അത് ഞാൻ ദൈവത്തിന്റെ അവകാശിയാണ്. ആമേൻ. ശ്രദ്ധിച്ചോണേ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രവൃത്തി തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നവരാകണം. ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ ആർക്കും ഉപയോഗിക്കാം. ബൈബിൾ ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ബൈബിളിലെ വചനത്തെ ആരാണോ അതിന് ജീവൻ കൊടുക്കുന്നത്, ആത്മാവുള്ളവന് മാത്രമേ അതിന് ജീവൻ കൊടുക്കാൻ കഴിയൂ. ഞാനത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് പോവാണ്. ഇപ്പൊ നിങ്ങളൊരു വചനം കണ്ടു കഴിഞ്ഞാൽ ആ വചനം ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ പറയാണ്, ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരായിരുന്നു. അതിന്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾ ആയെന്നാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കണ്ടുപിടിക്കണം. വാഗ്ദത്തങ്ങളെ കണ്ടുപിടിച്ചിട്ട് അവരോട് എന്താണ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാം. അബ്രഹാമിലാണല്ലോ ഇത് തുടങ്ങിയത്. അബ്രഹാമിനോട് തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, ഞാൻ നിന്റെ സന്തതികളെ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ വർദ്ധിപ്പിക്കും, കടൽക്കരയിലെ മണൽത്തരി പോലെ ഇവരായിത്തീരും. അങ്ങനെ കുറേ വാഗ്ദത്തങ്ങൾ ഇങ്ങനെ ദൈവം പറഞ്ഞു കുറേ വാഗ്ദത്തം ഇട്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്കൊരാഗ്രഹം, കർത്താവ് ഞാൻ ഈ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ബ്രദർ പറഞ്ഞല്ലോ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നെന്ന്. അപ്പൊ ഞാൻ ഇതെല്ലാം കണ്ടുപിടിച്ച് നോട്ട് ചെയ്ത് മനസ്സിലാക്കി, ഇതെല്ലാം എനിക്കുണ്ട്, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ പ്രവൃത്തി തലത്തിലേക്ക് വരണമെങ്കിൽ മൊബൈൽ ഫോൺ മേടിച്ചുകൊണ്ട് വന്ന മൊബൈൽ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ അതിന് പ്ലഗ് ചെയ്യണം. ഞാൻ നാളെ പറഞ്ഞല്ലോ, അത് ചാർജ് ചെയ്യണം. ഇതേപോലെ ദൈവവചനത്തെ ചാർജ് ചെയ്യണം. ദൈവവചനം പ്രവർത്തിക്കണമെങ്കിൽ ദൈവവചനത്തിന് ചാർജ് ആവശ്യമാണ്. ദൈവവചനത്തിന്റെ ചാർജ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളകത്തിരിക്കുന്ന ആത്മാവിലൂടെ ദൈവവചനത്തെ ആക്റ്റീവാക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനത് ഞായറാഴ്ച തൊട്ടുപോയായിരുന്നു. സൺഡേ മീറ്റിംഗ് കേട്ടവർക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ അകത്ത് വചനത്തെ പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരുന്നത് എപ്പോഴാണെന്നറിയാവോ? വചനം പ്രവർത്തിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? വിശ്വസിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ട്, വിശ്വാസം നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാകാം എന്ന് ഞാൻ സൺഡേ നമ്മുടെ ആരാധനയ്ക്കകത്ത്, ഞായറാഴ്ച ആരാധനയ്ക്കകത്തൊരു കാര്യം ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓർമ്മയുള്ള ആരെങ്കിലും, കേട്ട ആരെങ്കിലും, അത് മാത്രമല്ല ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ്, അത് പ്രവർത്തിക്കുന്ന എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് നമ്മൾ സമാധാനം അതേപോലെ ലഭിക്കും. ആ വിഷയം സംസാരിക്കും. വെച്ച് പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ ദുഃഖം മാറിപ്പോകും. സമാധാനം ഉണ്ടാകും. നമ്മൾ അതുപോലെ സംസാരിക്കും. നമ്മുടെ സംസാരത്തിൽ നിന്ന് അറിയാം. സങ്കടം കുറയും. പറഞ്ഞത് പോസിറ്റീവായ രീതിയിൽ തന്നെ ചിന്തിച്ച് അതിനെ, അതായത് സംഭവിക്കാൻ പോകുന്നത് പോസിറ്റീവായ രീതിയിൽ ചിന്തിച്ചിട്ട് അത് വെച്ച് വിശ്വാസ കണ്ണാൽ കാണണം അതിനെ. അപ്പൊ എനിക്ക് ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ സൺഡേ പ്രാർത്ഥനയിൽ ഓർക്കുന്നുള്ളൂ. കണ്ടവർ കുറെ പേരുണ്ട്. ഞാൻ നോക്കിയപ്പോൾ, യൂട്യൂബിൽ നോക്കിയപ്പോൾ ഏകദേശം 2500 3000 അടുത്ത ആൾക്കാർ കണ്ടു. അപ്പൊ ഓർത്തത് 2 3 പേരാണ്. അപ്പൊ ശ്രദ്ധിച്ച് നോക്കിയേ, ഒരു വ്യക്തിക്ക് നമുക്കറിയാം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനം ഇത് പ്രവർത്തിച്ചൊരു വ്യക്തിയുടെ മേൽ തുടങ്ങുന്നു, നിങ്ങളുടെ മേൽ ഇത് ആക്റ്റീവ് ആകുന്നു, പ്രവൃത്തി മണ്ഡലത്തിലേക്ക് വരുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാന്ന് അതിൽ പറയുന്നുണ്ട്. ഒന്ന്, ഉദാഹരണമായിട്ടൊരു വചനം പറയുന്നു. ഇപ്പൊ നിങ്ങൾ ഭയങ്കര ഭാരപ്പെട്ട്, നിങ്ങൾ അബ്രഹാമിന്റെ അനുഗ്രഹം, ക്രിസ്തുവിന്റെ അനുഗ്രഹം, അതും ഇതും എല്ലാം കേട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പോക്കറ്റ് കാലിയാണ്, നിങ്ങളുടെ ജീവിതം കാലിയാണ്, നിങ്ങളുടെ ജീവിതത്തിലൊന്നും കാണാൻ പറ്റുന്നില്ല, നിങ്ങൾ വളരെ സങ്കടപ്പെടുന്നു, ഭാരപ്പെടുന്നു. പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ ഒരു കാര്യം പോലും നേരെയാകുന്നുമില്ല, ശരിയാകുന്നുമില്ല. നിങ്ങളിങ്ങനെ സ്ട്രഗിൾ ചെയ്യുക. അപ്പൊ ഏതോ ബ്രദർ വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കും, ഇങ്ങനെ വിശ്വസിക്കും. ഇപ്പൊ ഞാൻ തന്നെ വന്നിട്ട് പറയുന്നു, സഹോദരി നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവായിരിക്കാം, കൂടുതലായിരിക്കാം, കുഴപ്പമായിരിക്കാം, സാത്താനായിരിക്കാം, ലൂസിഫർ ആയിരിക്കാം, ഭൂതങ്ങളായിരിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടൊന്നും നിങ്ങളുടെ വിശ്വാസം അങ്ങോട്ട് പ്രവർത്തിക്കുന്ന അറിയാൻ പറ്റുന്നില്ല. നോക്കിക്കേ, നിങ്ങൾ കർത്താവിന്റെ വചനം പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ചാർജ് വേണം.
വചനത്തിന് ചാർജ് ആവശ്യമാണ്. ഇത് പ്രവർത്തിക്കണമെങ്കിൽ, വചനം പ്രവർത്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഇതിന് ചാർജ് ആവശ്യമാണ്. ഇപ്പൊ നിങ്ങളിപ്പോൾ ഉദാഹരണം പറയുകയാണ്, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തിരം എനിക്ക് ഇന്ന കാര്യം, ഞാൻ അതിനകത്തൊരു അതേ സെയിം ഉദാഹരണം പറയാൻ വേണ്ടി പോവാണേ. ഞാൻ അന്നത് പറഞ്ഞ ഉദാഹരണം എങ്ങനെയാണ് എന്നെ ശക്തനാക്കുന്നത്. ഇപ്പൊ എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല, കാർ ഓടിക്കാൻ അറിയത്തില്ല, ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തിരം ഞാൻ കാർ ഓടിക്കും. അപ്പൊ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പിശാച് കുറെ ചിന്ത കൊണ്ടുവരും. കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു, ഉടനെ ഓടിക്കാൻ അറിയാത്തത് കൊണ്ട് എതിരെ വരുന്ന വണ്ടിക്കാരനെ ഇടിച്ചിടുന്നു, അയാൾ മരിക്കുന്നു, ഞാൻ കേസാകുന്നു, കോടതിയിൽ പോകുന്നു, പിന്നെ വണ്ടി തലകുത്തി മറിയുന്നു. അങ്ങനെ കുറേ ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന് എൻ്റെ ടെൻഷൻ കൂട്ടുവാണ്. അപ്പൊ ഇങ്ങനെ ഒത്തിരി ടെൻഷൻ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയുവാണ്, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം സകലതും നടക്കും, എന്നെ കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റും, എന്നെ കൊണ്ട് നടക്കും, എന്നിട്ടൊന്നും മനസ്പ്രയാസം മാറുന്നില്ല. എന്നാൽ ഏതോ ഒരു സമയത്ത് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പേടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള കാഴ്ചകൾ പയ്യെ 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 മാറാൻ തുടങ്ങുന്നു. മനസ്സിലോ ശരീരത്തിലോ ഒക്കെ ഒരു എർത്തടിക്ക് ഉദാഹരണം കേട്ടോ, ശരീരത്തിലൊക്കെ ഒരു വല്ലാത്തൊരു ഫീലിങ്സ്, ബോഡിയിലൊരു ഫീലിങ്സ്, മനസ്സിലൊരു ഫീലിങ്സ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ബലമോ ധൈര്യമോ ശക്തിയോ ഒക്കെ എൻ്റെ അകത്തോട്ട് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയും ദിവസം അതില്ലായിരുന്നു, ഇത്രയും സമയം ഇതില്ലായിരുന്നു, ഈ വചനം പറയാൻ തുടങ്ങിയ സമയത്ത് അതില്ലായിരുന്നു, പക്ഷെ ഏതോ ഒരു സമയത്ത് അത് വരുന്നു. നോക്കിക്കേ, എന്താ മനസ്സിലാണെന്നറിയാവോ? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വചനം നിങ്ങളിൽ വിശ്വാസമായി പരിണമിക്കുന്നു. വചനത്തിന് രൂപമാറ്റം വരുന്നു. വചനം വിശ്വാസമായി ട്രാൻസ്ഫോം ചെയ്യുന്നു. വചനം വിശ്വാസമായി മാറുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത്, ശരീരത്തിൻ്റെ അകത്ത് മുഴുവൻ വ്യത്യാസങ്ങൾ വരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുവാൻ തുടങ്ങുമ്പോൾ എല്ലാവരും ചെയ്യുന്ന സംഭവമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പെട്ടെന്ന് നമുക്കൊരു പീസ് മനസ്സിൽ വരും, ഒരു സമാധാനം പെട്ടെന്ന് വരും. ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? പൊടിയും തട്ടി എണീറ്റ് പോകും. ഇതാണ് നമ്മൾ ഉടനെ പറച്ചിലങ്ങ് നിർത്തിയിട്ട് കഞ്ഞി വെക്കാനും കറി വെക്കാനും ഒക്കെ നമ്മൾ അങ്ങോട്ട് പോകും. പോകരുതേ. അത് വീണ്ടും വീണ്ടും നിങ്ങൾ പറയുമ്പോൾ ആ വചനത്തിന് ജീവൻ വെക്കുവാൻ തുടങ്ങും. അത് നിങ്ങളിൽ ആക്റ്റീവ് ആകുവാൻ തുടങ്ങും. അപ്പൊ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്ന, യഹൂദനോട് പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങൾ, നീ ഒരു അനുഗ്രഹമാകും എന്ന് പറഞ്ഞ വചനമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ആക്റ്റീവ് ആകുവാൻ തുടങ്ങും. ആമേൻ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വചനം പറയുമ്പോഴും ദൈവത്തിന്റെ വചനം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയും നമുക്ക് പ്രയാസങ്ങൾ കൂടിയിട്ട് സങ്കടം വരുമ്പോൾ ഓർത്താൽ മതി, വിശ്വാസം പ്രവർത്തിക്കുന്നില്ല. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സങ്കടങ്ങൾ കുറയുന്നതിന്റെ അർത്ഥം വിശ്വാസം പ്രവർത്തിക്കുന്നു. അപ്പൊ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നാ സംബന്ധിച്ച സങ്കടങ്ങൾക്ക് പിന്നെ, അതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പഴയ നിയമത്തിൽ പറഞ്ഞായിരുന്നു. വീണ്ടും ഞാൻ ആ സൺഡേ മീറ്റിലേക്ക് ഒന്ന് പോവാണേ. ഞാൻ അതിനുവേണ്ടി ഒരു വ്യക്തിയുടെ ഉദാഹരണം പറഞ്ഞായിരുന്നു ബൈബിളിൽ നിന്ന്. അത് ആരുടെ ഉദാഹരണമായിരുന്നു ഓർക്കുന്നുണ്ടോ? ബൈബിളിൽ നിന്ന് ഒരു ഉദാഹരണം ഞാൻ ഒരാളുടെ പറഞ്ഞായിരുന്നു. ഒന്നുമല്ല, ബൈബിളിൽ നിന്നാണോ പറഞ്ഞത്? ബൈബിളിൽ നിന്നാണോ ഹോസ്പിറ്റലിലെ കാര്യം? അല്ല. 18 വർഷമായിട്ട് കൂനിയായ കനാന്യ സ്ത്രീ തന്റെ മകൾക്ക് വേണ്ടി ഞാൻ പറയാത്ത പേരുകളൊക്കെ എനിക്ക് തോന്നുന്നു ഇഷ്ടം പോലെ കയറി വരുന്നുണ്ട്. സൺഡേയില് ഞാൻ ഇവരുടെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞു ജോഷുവയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ജോഷുവയുടെ പ്രത്യേകത, ജോഷുവയുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം പറയുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വാക്കെടുത്ത് പറയുന്നുണ്ടായിരുന്നു. ജോഷുവയുടെ കൂടെയുള്ളവര് ഒറ്റുനോക്കാൻ പോയവർ വന്ന നാട്ടുകാരോട് പറഞ്ഞു നമുക്ക് ആ പട്ടണം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവരുടെ മനസ്സ് കലങ്ങിപ്പോയി. പക്ഷെ ജോഷുവയ്ക്ക് ഇവരുടെ കൂടെ പറയാൻ പറ്റുന്നില്ല. ജോഷുവയ്ക്ക് നമ്മൾ നശിക്കുമെന്നോ നമുക്ക് ഗതി പിടിക്കത്തില്ലെന്നോ, യോശുവ ഒറ്റുകാരുടെ പോയ ആളാ. പട്ടണത്തിൽ നമ്മൾ അനാക്യ മല്ലന്മാർ നമ്മളെ ചവിട്ടി പീച്ചുവെന്നോ നമ്മളെ വെട്ടി തുണ്ടമാക്കുമെന്നോ നമുക്ക് എന്തുവാ ജോഷുവയ്ക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല അത് പറയാൻ. കാരണം 24 മണിക്കൂറും ജോഷുവ നടക്കുന്നത് പിറുപിറുപ്പുകാരുടെ കൂടെയല്ല, മോശയുടെ കൂടെയാ.
മോശയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, കാര്യം മോശ ഇച്ചിരി ദേശക്കാരനൊക്കെ ആണെങ്കിലും 24 മണിക്കൂർ എങ്ങനെയെങ്കിലും യഹോവയോട് പറ്റിച്ചേരാൻ ആഗ്രഹമുള്ള വ്യക്തിയാ. എപ്പോഴും സംസാരിക്കുന്നത് യഹോവയോടാ. യഹോവ പറയുന്നതും യഹോവ കേൾക്കുന്നതുമൊക്കെയാണ് യഹോവയിൽ നിന്ന് കേൾക്കുന്നതൊക്കെയാണ് മോശ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും മോശയുടെ അടുക്കലേക്ക് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ മോശ പറയും, യഹോവ ഇങ്ങനെ പറയുന്നു, യഹോവ അങ്ങനെ പറയുന്നു, ഇത് തന്നെയാണ് പറയുന്നത്. എന്നാൽ തിരിച്ച് യോശുവ പാളയത്ത് ചെല്ലുമ്പോഴേക്കും അമ്മാവനും ചേടത്തിയും ആന്റിമാരും ഒക്കെ പറഞ്ഞത്, നമ്മൾ ഇവിടെ കിടന്ന് മരിച്ചു പോകും. ആമേൻ. അപ്പൊ ഏറ്റവും കൂടുതൽ യോശുവ സ്പെൻഡ് ചെയ്തത് മോശയുടെ കൂടെയാണ്. അതുകൊണ്ട് എന്നാ സംഭവിച്ചെന്നറിയാവോ? മോശ കേൾക്കുന്നതെല്ലാം മോശ പറഞ്ഞുകൊണ്ടിരിക്കും. മോശ പറയുവാണ്, തമ്പുരാൻ പറയുന്നു പട്ടണം കിട്ടുമെന്ന്, തമ്പുരാൻ പറയുന്നു നമ്മൾ യുദ്ധം ജയിക്കുമെന്ന്, തമ്പുരാൻ പറയുന്നു ചെങ്കടൽ മാറും, തമ്പുരാൻ പറയുന്നു ആകാശത്തുനിന്ന് മന്ന. ഇതെല്ലാം കേട്ട് യോശുവയ്ക്ക് മനസ്സിൽ കേട്ടത് വിശ്വാസമായി ട്രാൻസ്ഫോമായി. അത് കേട്ട വചനം ഇപ്പൊ വചനമായിട്ടല്ല, അത് വിശ്വാസമായി തിളച്ചു നിൽക്കുക. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അകത്തോട്ട് മറ്റുള്ളവർ പറയുന്നത് പോലെ പറയാൻ കഴിയുന്നില്ല. എല്ലാവരും ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വാക്യം എടുക്കാൻ പറ്റുമോ? എനിക്കൊന്ന് സംഖ്യാപുസ്തകത്തിന്റെ അകത്താണ്, നിങ്ങൾ എന്തിന് മറ്റുള്ളവരുടെ ഹൃദയത്തെ കലക്കുന്നു എന്ന് ദുഃഖിപ്പിക്കുന്നുവെന്ന് യോശുവ ചോദിക്കുന്ന ഒരു ഭാഗം അവിടെയുണ്ട്. ഞാനിന്ന് ആ സന്ദർഭം ഇതിലോട്ട് പോകാത്തതുകൊണ്ട് ഞാനത് എടുത്തു വെച്ചില്ല. യോശുവ സംഖ്യാപുസ്തകം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിന് തിരിച്ചു വന്ന അവർ പിറുപിറുപ്പുകാർ വന്ന് പറയുന്ന സമയത്ത് അവരുടെ ഉള്ളവെല്ലാം ഒരു രാവ് മുഴുവനും അവർ കണ്ണുനീരോടെ ആയി എന്ന് പറയുമ്പോൾ യോശുവ, നിങ്ങൾ എന്തിന് അവരുടെ മനസ്സിനെ കലക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. യഹോവയായ ദൈവം നമുക്ക് ആ പട്ടണം തരും എന്ന് യോശുവ പറയുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമ്മള് പലപ്പോഴും വചനം പറയുന്ന വചനം എൻ്റെ അകത്ത് വിശ്വാസമായി പരിണമിക്കുമ്പോൾ, അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പൊ ബൈബിൾ പറയുകയാണ്, നിങ്ങൾ ദൈവമില്ലാത്തവരും ഇസ്രായേൽ പൗരത്വം ഇല്ലാത്ത, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമല്ലേ? പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി തലത്തിലേക്ക് പൗരത്വം, അതായത് യഹൂദിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും പറയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ 100,000 ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മനുഷ്യനെ കൊല്ലുന്നതിലൊന്നും നമ്മളതൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. പക്ഷെ ഈ കാലങ്ങളിൽ യുദ്ധം സംഭവിക്കേണ്ടതാണ്. യുദ്ധ ശ്രുതികളും നമ്മൾ ലോകത്തിൽ കേൾക്കും. ഞാൻ അതൊന്നും അല്ല പറയാൻ വേണ്ടി വരുന്നത്. ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ദൈവം അവർക്കൊരു വാക്ക് കൊടുത്തു, നീ തൊടുന്നോടത്തെല്ലാം യഹോവ അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം നീ എവിടെ തൊട്ടാലും അനുഗ്രഹമാണ്. ഇത് ജന്മം കൊണ്ട് കിട്ടിയ റൈറ്റാണ്. അവർ പ്രത്യേകിച്ച് യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കണ്ട. ഇവൻ ജനനം കൊണ്ട് ബ്ലസ്സഡ് ആണ്. അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമാണ്. അബ്രഹാമേ, നീ അതിനുവേണ്ടി ഉള്ളവനാണ്. അബ്രഹാമേ, നിനക്കകത്ത് ഇസഹാക്ക് വരും. നീ അത് പേടിക്കണ്ട, അയൽവക്കംകാരൻ കൊണ്ടുപോകത്തില്ല. നിനക്ക് പകരം മറ്റൊരാളാകത്തില്ല. നീ ആണ് അതിന് ഉടമസ്ഥൻ. ഇതാണ് അവകാശം, ജന്മം കൊണ്ടുള്ള അവകാശമാണ്. ഇതേപോലെ തന്നെ യോശുവ എന്ത് ചെയ്തു? യോശുവയുടെ മനസ്സിലേക്ക് ഇത് വരുന്നില്ല. കാരണം യോശുവയുടെ മനസ്സിൽ കേട്ട വചനം വിശ്വാസമായി മാറിയിരിക്കുന്നു. നോക്കിക്കേ, വിശ്വാസമായി മാറിയത് കൊണ്ട് അവിടെ എന്താ സംഭവിക്കുന്നറിയാവോ? അവരുടെ ഉള്ളത്തിലേക്ക് അത് വരുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ അവർ ഉള്ളത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല? അത് കയറി വരുന്നില്ല. അത് കയറി വരാത്തത് കൊണ്ട് എന്നാ സംഭവിക്കുന്നറിയാവോ? അവരുടെ മനസ്സിലേക്ക്, യോശുവയുടെ മനസ്സിൽ അത് ഒരു വചനം നിങ്ങളുടെ അകത്തത് വിശ്വാസമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ദുഃഖം വരത്തില്ല. അങ്ങനെ വരുമായിരുന്നെങ്കിൽ യോശുവ പറഞ്ഞാൽ, എനിക്ക് കുറച്ചൊക്കെ വിഷമം എനിക്കും ഉണ്ട് കേട്ടോ, എൻ്റെ മനസ്സിൽ കുറച്ചൊക്കെ സംശയമുണ്ട്, ഞാനും ഈ മരുഭൂമി കിടക്കുമോ എന്നൊരു പേടിയുണ്ട്. എന്തുകൊണ്ടാണ് യോശുവ ഒരു സംശയം വരാത്തത്? കാര്യം മനസ്സിൻ്റെ അകത്ത് കേട്ട വചനം വിശ്വാസമായി മാറിയിരിക്കുന്നു. അതിന് യോശുവ എന്താ ചെയ്തത്? മോശ പറയുന്നതെല്ലാം ഏറ്റുപറയും. മോശ എന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം വന്ന് ഏറ്റുപറയും. നേരെ വന്ന് പാളയത്തിൽ ഉറങ്ങുമ്പോൾ അമ്മ ചോദിക്കും, യോശുവ നീ എവിടെയായിരുന്നു? ഞാൻ മോശപ്പച്ചന്റെ കൂടെയായിരുന്നു. എന്നെ അവിടുന്ന് കേട്ടത് മോശപ്പച്ചൻ പറഞ്ഞു, നാളെ ഇവിടെ ചെങ്കടൽ രണ്ടാകും. നോക്കിക്കേ, വലിയൊരു കാറ്റടിക്കാൻ വേണ്ടി പോവാണ്. ഉടനെ അപ്പുറത്തിരിക്കുന്ന അമ്മാവൻ പറയുമായിരിക്കും, എൻ്റെ പൊന്നു സഹോദര, ഫറവോൻ വന്ന് നമ്മളെല്ലാം പിടിക്കും. കാര്യം രാവിലെ മുതൽ 7 മണി വരെ മോശയുടെ കൂടെ ഇരുന്നത് കൊണ്ട് 8 മണിയായപ്പം യോശുവയ്ക്ക് പറയാൻ പറ്റുന്നില്ല, ശരിയാണല്ലോ എന്ന് പറയാൻ പറ്റുന്നില്ല. കാര്യം രാവിലെ മുതൽ ഏറ്റുപറയുക, നാളെ ചെങ്കടലിൽ കീറും, നാളെ കനാൻ ദേശം കാണും. ഇങ്ങനെ പറഞ്ഞ് രാവിലെ മുതൽ 7 മണി വരെ ഇരുന്നയാൾക്ക് 8 മണിയാകുമ്പോൾ നെഗറ്റീവ് വരുന്നില്ല. കാര്യം കേട്ടത് വിശ്വാസമായി മാറിയിരിക്കുന്നു.
കേട്ടത് വിശ്വാസമായി മാറിയിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഉള്ളത്തിൽ കേട്ട വചനം വിശ്വാസമായി മാറുന്നു എന്ന് എങ്ങനെ അറിയാം? അത് പ്രവൃത്തി തലത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ സങ്കടം വരുന്നില്ല. ബ്രദറെ, പണ്ട് എനിക്ക് എന്നാ സങ്കടം വരുന്നറിയാവോ? എവിടെ വചനപ്രാർത്ഥനയ്ക്ക് പോയാലും അവിടെ കരഞ്ഞ് ഞാൻ 2 ബക്കറ്റ് വെള്ളം നിറയ്ക്കുമായിരുന്നു. ഞാൻ കരഞ്ഞ് അവിടെ വീഴുമായിരുന്നു, സങ്കടം കൊണ്ടാ ബ്രദറെ. പക്ഷെ ഇപ്പൊ എനിക്ക് വചനം കേൾക്കുമ്പോൾ ഈ സങ്കടം വരുന്നില്ല. അതെന്താ ബ്രദറെ? എൻ്റെ മനസ്സ് കല്ലായി പോയത് കൊണ്ടാണോ? അതോ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റായ? അല്ല, ആ കേട്ട വചനം മൊത്തവും നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വാസമായി ട്രാൻസ്ഫോം ചെയ്തു. അത് പിന്നെയും പിന്നെയും പറയുന്നുവെങ്കിൽ അകത്തുനിന്നത് പുറത്തോട്ട് ചാടാൻ വേണ്ടി പോവാണ്. അതുകൊണ്ടാണ് നിന്റെ പാനപാത്രമൊക്കെയും നിറഞ്ഞു കവിയുമെന്ന് പറയാൻ കാരണം. പുറത്തേക്ക് വചനം ചാടുന്നത് വരെ, പുറത്തേക്ക് വചനത്തെ ചാടിക്കുന്നത് വരെ. ഓക്കെ, സംഖ്യാപുസ്തകം 14:16 മുതൽ അല്ലേ? സംഖ്യാപുസ്തകം ഞാനത് എടുക്കുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയാണ്. ഇന്നത് സമയം എത്രയായി? ആമേൻ. അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം, ഇതിൻ്റെ അകത്ത് ഈ സുലോചന എന്ന് പറയുന്ന ആരെയിലുമായിട്ട് ബന്ധപ്പെട്ടൊരു മകനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. സുലോചനയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട്, ഒരു മൂത്ത മകനെയും കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ സുലോചനയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ മകനുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവോട് പറയുക, അവൻ്റെ ഭാവിയെ തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോവാണ്. സുലോചനയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ആ സുലോചന തലമുറയെ ദൈവം, പ്രത്യേകിച്ച് ആൺ തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പർപ്പസിനെ ഈ ഒരു സമയത്ത് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആ ബ്ലോക്കുകൾ നീങ്ങി സാക്ഷ്യത്തിന്റെ വാതിലുകളെ തുറക്കാൻ വേണ്ടി പോകുന്നത് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ അത് ഏറ്റെടുത്തു. ആരാന്ന് വെച്ചാൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ്, സൂമിലാണെങ്കിൽ ഏറ്റെടുത്തോ, ലൈവിലാണെങ്കിൽ നിങ്ങളത് സ്വീകരിച്ചോ. നിങ്ങളുടെ തലമുറ അല്ലെങ്കിൽ ആ വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വരാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ, കൃപ പെരുകുന്നല്ലോ. ആമേൻ, ഹല്ലേലൂയ. നോക്കിക്കേ, ഈ വാക്യം നോക്കിയേ, 16-ാം അധ്യായത്തിന്റെ അകത്ത് താഴേക്ക് വരുമ്പോൾ നമുക്കവിടെ യോശുവ ജനത്തോട് പറയുന്ന വാക്കുകളാണ്. നമുക്ക് ഈ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുന്നത്, നമുക്ക് ആ ഒരു വാക്യം എടുക്കുന്ന പോലുമില്ല. കാര്യം ഞാനത് കാര്യങ്ങൾ നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞായറാഴ്ച ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നമ്മുടെ ഉള്ളത്തിൽ വിശ്വാസമായി വചനം പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ മാറുവാൻ തുടങ്ങും. തെളിവ് ഞാൻ പറയാം. വചനം പ്രവർത്തിക്കുന്നു എന്നൊരു തെളിവാണ് ഹന്ന ദൈവസന്നിധിയിൽ നിലവിളിച്ചെന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു. എപ്പോഴും നമുക്കറിയാം ഹന്നയുടെ കാര്യം എപ്പോഴും പറയുന്നല്ലേ, ഹന്ന കരഞ്ഞുകൊണ്ടിരുന്നു, ഹന്ന ദൈവസന്നിധിയിൽ വളരെ അതിദുഃഖത്തിലായിരുന്നു. പക്ഷെ ഒരു ദിവസം പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, എന്താ നീ കരയുന്നത്? നമുക്ക് സാഹചര്യം അറിയാം അല്ലേ, നീ കരയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പറഞ്ഞു, മനോവ്യസനമുള്ള വ്യക്തിയാണ്. അപ്പോഴേക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രവാചകൻ ഒരു കാര്യം ചെയ്ത്, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം പോലെ യഹോവ നിനക്ക് തരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഹന്ന കരഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അതന്നെ ഹന്നെ പിന്നെ കരയാഞ്ഞത്? പിന്നെ ഹന്ന കരഞ്ഞില്ല. അപ്പൊ കേട്ടത് ഹന്നയുടെ അകത്തോട്ടൊരു വിശ്വാസമായി മാറി. ഹന്നയുടെ അകത്ത് വിശ്വാസമായി മാറിയത് കൊണ്ട് അവിടെ എന്താ സംഭവിച്ചെന്നറിയാവോ? ഹന്നയ്ക്ക് പിന്നെ കരയാൻ പറ്റുന്നില്ല. ഹന്നയ്ക്ക് പിന്നെ വലിയ പ്ലാനിങ്ങുകളാ. മകനെ കിട്ടും, മകനെ ഞാൻ കൊണ്ടുവന്ന് ദൈവത്തിന് പ്രതിഷ്ഠ കൊടുക്കും, അവനെ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, ഞാൻ അവന് വലിയ പേരിടും, അവൻ ഭയങ്കര വലിയ സംഭവമായിട്ട് മാറും. പിന്നെ വലിയ വലിയ പ്ലാനിങ്ങുകളാ. ഇന്നലെ വരെ ആണോ പെണ്ണോ എന്തിനേലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കരഞ്ഞയാൾ ഇപ്പൊ വലിയ പ്ലാനിലേക്ക് മാറുക, ഭയങ്കര വലിയ പദ്ധതികളൊക്കെ റിവീൽ ചെയ്യുക. എന്താ ഹന്നെ ഇതിന്റെ സീക്രട്ട്? ഹന്ന ഒരു കാര്യം പറയുന്നത് എന്നാന്നറിയാവോ? ഹന്ന പറയുകയാണ്, എന്നാ എനിക്കറിയത്തില്ല, ഇന്നലെ വരെ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നയാൾ ഇപ്പൊ കരയാൻ പറ്റുന്നില്ല. അതന്നെ ഹന്നെ കരയാൻ പറ്റാത്തത്, എൻ്റെ ഉള്ളത്തിൽ വചനം വിശ്വാസമായി പരിണമിച്ചു. അപ്പൊ ഒരു വ്യക്തിക്കകത്ത് വിശ്വാസമായി വചനം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് സങ്കടം വരത്തില്ല. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കൊണ്ടുവരാൻ പറ്റുന്നത്, പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത്? പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വിഷമം വരുമ്പോൾ വചനം പറയുക. ഇനി വിഷമം വരുമ്പം വചനം പറയാൻ പറ്റുന്നില്ല എങ്കിൽ വചനം കേൾക്കുക. വചനം കേൾക്കുമ്പോൾ ചുമ്മാ അപ്പം ഉടനെ കേൾക്കേണ്ട വചനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുനീരും കയ്പും നിരാശയും അതൊന്നും പോയി കേട്ടേക്കരുത്. കേൾക്കേണ്ടത് നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വാസത്തിൽ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന വചനങ്ങൾ കേൾക്കുമ്പം എത്രത്തോളം കേൾക്കാൻ പറ്റുന്നോ, എത്രത്തോളം പറയാൻ പറ്റുന്നോ, ആ വചനം പ്രവർത്തിക്കുന്നു എന്ന് അതിൻ്റെ സൈൻ
കരച്ചില് പയ്യെ കുറയും, സങ്കടം പയ്യെ കുറയും, വിഷമങ്ങൾ പയ്യെ കുറയും. മനസ്സിലും ശരീരത്തിലും എന്തോ വലിയ കാര്യം നടക്കാൻ വേണ്ടി, അതുവരെ മരിച്ചാൽ മതിയെന്നായിരുന്നു, ഇപ്പം എന്തൊക്കെയോ. അതാ പറഞ്ഞത്, ഹന്ന അതുവരെ മനോവ്യസനത്തോടെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന ഹന്ന ഇപ്പൊ വലിയ പ്ലാനാ. ഞാൻ യഹോവയ്ക്ക് ഒരു മകനെ നേർച്ച നേടാൻ വേണ്ടി പോകുന്നു, മകനെ കിട്ടും, മകനെ ഞാൻ കൊടുക്കും, ദൈവത്തിന് സമർപ്പിക്കും എന്ന് വലിയ വലിയ പദ്ധതിയിലേക്ക് ഹന്ന പോകുവാണ്. ഹന്നെ, ഇതെന്താ പ്രത്യേകത? ഹന്ന പറയുന്നു, ഞാൻ കേട്ടത് എൻ്റെ അകത്ത് വിശ്വാസമായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ആ ദൈവ വചനം എൻ്റെ ജീവിതത്തിൽ പ്രവൃത്തി തലത്തിലേക്ക് ഞാൻ കൊണ്ടുവരണം. പ്രവൃത്തി തലത്തിലേക്ക് എങ്ങനെയാ കൊണ്ടുവരുന്നത്? പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ സമയം, അതുകൊണ്ട് ഞാൻ പറയാം, എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുക, വചനത്തെ പറയുക. ഞാൻ പറഞ്ഞു, ചുമ്മാ വചനം പറയാതെ, വചനം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിൽ എപ്പോഴാണോ ഭാരങ്ങൾ കുറയുന്നത്, മനസ്സിൽ എപ്പോഴാണോ സങ്കടങ്ങൾ, അപ്പൊ നിങ്ങൾ നിർത്തരുത്. ഞാൻ എന്നാ ചെയ്യുന്നറിയാവോ? വചനം ഇങ്ങനെ കുറേ നേരം സങ്കടം വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടൊക്കെ ഞാൻ വചനം പറയും. വചനം പറഞ്ഞു കഴിയുമ്പോഴേക്കും മനസ്സിന്റെ അകത്തൊരു സമാധാനം. ഉടനെ ഞാൻ എന്നാന്നറിയാമോ? നേരെ പോയിട്ട് ഫേസ്ബുക്കിൽ കയറും ഒരു റിലാക്സേഷന് വേണ്ടി. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും കുത്തുകൊള്ളണ്ട, ഞാൻ പറയുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ നേരെ സമാധാനം കിട്ടുമ്പോൾ ഫേസ്ബുക്കിൽ കയറും. എന്നറിയോ? അത്രയും നേരം പൊങ്ങി വന്ന വചനം പിന്നെ താന്നു പോകും. നോക്കിക്കേ, അതുകൊണ്ട് പുറത്തേക്ക് ചാടാൻ വേണ്ടിയാ വന്നത്, നിറഞ്ഞങ്ങോട്ട് തുളുമാൻ വന്നതാ. പക്ഷെ നമ്മൾ റിലാക്സ് ആയപ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, വേറെന്തെങ്കിലും ചെയ്യാം. ഉടനെ എന്ത് ചെയ്യണമെന്നറിയാവോ? ആ ഫ്ലോ വരുമ്പോൾ നിങ്ങൾ പിന്നെയും പിന്നെയും വചനം പറയുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സങ്കടപ്പെടാൻ കഴിയത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഭാരപ്പെടാൻ കഴിയത്തില്ല. വാ തുറന്നാൽ പിന്നെ വിശ്വാസത്തിന്റെ വാക്കുകൾ. കാര്യം കേട്ട വചനം വിശ്വാസമായി മാറി. ഇനി വിശ്വാസമായി മാറിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. 1 വചനമായി വരുന്നു, 2 വിശ്വാസമായി മാറുന്നു. ഇനി അടുത്തത് വിശ്വാസത്താൽ ഈ അടയാളങ്ങൾ നടക്കും. കണ്ടോ? വിശ്വാസമായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് അടയാളങ്ങളുടെ സമയമാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, അടുത്ത സ്റ്റെപ്പ് അടയാളങ്ങളാന്ന് പറ. അടുത്ത സ്റ്റെപ്പ് അടയാളങ്ങളാണ്. ആമേൻ. അപ്പം ഒരു വ്യക്തിക്കകത്ത് വിശ്വാസം വന്നുവെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് ആവേശമല്ല ഞാൻ പറഞ്ഞു, ബ്രദർ എന്റെ മനസ്സിൽ ഇപ്പൊ ഭയങ്കര ആവേശമല്ല നമുക്ക് വരുന്നത്. നിങ്ങൾ ഇപ്പൊ വിഷമിച്ചുകൊണ്ടിരുന്ന വിഷയമുണ്ടല്ലോ, സങ്കടം വന്ന വിഷയമുണ്ടല്ലോ, ഇപ്പൊ സങ്കടപ്പെടാൻ പറ്റുന്നില്ല. ബ്രദറെ, ഞാൻ നേരത്തെ 2 ദിവസം കരയുമായിരുന്നു ആ വിഷയം ഓർത്ത്. ഇപ്പൊ ബ്രദറെ ഞാൻ ട്രൈ ചെയ്യുക 1 മണിക്കൂറെങ്കിലും ആ വിഷയം ഓർത്തൊന്ന് കരയാൻ വേണ്ടി പറ്റുന്നില്ല ബ്രദറെ. അതിന്റെ കാര്യം എന്നറിയാവോ? അത് വിശ്വാസമായി മാറിയിരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് ഓവർഫ്ലോ ആണ്, അടയാളമായി മാറണം. നോക്കിക്കേ, അപ്പൊ 1 വചനമായി വന്നു, വിശ്വാസമായി മാറി. 2 ഇത് അത്ഭുതമായി അല്ലെങ്കിൽ അടയാളമായി, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നോക്കിക്കോ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തികളുടെ നടക്കുന്ന ഒരു ഫോം. ഇപ്പൊ നിങ്ങൾ ക്ലിയർ ആയോ? അതുകൊണ്ടാണ് പലയിടങ്ങളിൽ പോയി നിങ്ങൾ വചനം കേട്ടിട്ടും പല ബ്രദർമാരെയും വിളിച്ച് വീട്ടിൽ പ്രാർത്ഥന വെച്ചിട്ടും പലരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പോലും നിങ്ങളുടെ വിഷയങ്ങൾ പലതും നടക്കാത്തതിന്റെ കാരണം അവരുടെ കുഴപ്പമല്ല കേട്ടോ. ചിലർ പറയും, ഞങ്ങൾ വെറുതെ ബ്രദർമാരെല്ലാം വിളിച്ച് ആഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അനുഗ്രഹം കിട്ടിയിരിക്കും, അത് വേറെ കാര്യം. ആമേൻ. അങ്ങനെ ആരും പരാതി പറയരുതേ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിങ്ങൾ ഈ വചനത്തെ പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം കേട്ടാൽ നിങ്ങൾ ഇസ്രായേൽ പൗരത്വം. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥിച്ച് നിങ്ങൾ മടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കരുതേ. അവകാശി പ്രാർത്ഥിക്കേണ്ട, അവകാശി വാക്തത്വങ്ങളെ മുളപ്പിച്ചാൽ മതി. അപ്പൊ ഞാൻ ചോദിട്ടെ, ഒരു ചോദ്യം, എന്തിനാ ബ്രദറെ ഞങ്ങളിട്ട് കഷ്ടപ്പെടുത്തും? ദൈവത്തിന് അങ്ങ് തന്നാ പോരെ, ദൈവത്തിന് അങ്ങ് തന്നാ പോരെ എന്നൊരു ചോദ്യം മനസ്സിൽ വന്നില്ലേ? എന്തിനാ ഇത്രയും കഷ്ടപ്പാട്? ദൈവത്തിന് അങ്ങ് തന്നിരുന്നെങ്കിൽ എന്ത് രസമായേനെ. 1 കൊടുത്തത് കൊണ്ടാണ് ഇതിന്റെ വില അറിയാതെ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെടുത്തി. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, മുത്തെടുത്ത് പന്നികളുടെ മുമ്പിൽ ഇടത്തില്ല.
നമ്മൾ ഇടുവോ? ഇല്ല. ഇട്ടാൽ അതിന്റെ വില. അപ്പൊ ഇത് വില മനസ്സിലാക്കണം. കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു കൊടുത്ത വില നിസ്സാരമല്ല. ഉൽപ്പത്തിയിൽ അത് മനസ്സിലാക്കാതെ ഐഡൻ തോട്ടത്തിൽ എന്തോരം സമൃദ്ധിയായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ആരത്തോട് ചെയ്യരുതെന്ന് പറഞ്ഞു ആ പുള്ളി എന്ത് ചെയ്തു? ചാടിപ്പോയി അത് മൊത്തം ചെയ്തു. ആരെ നിമിത്തം എന്ത് സംഭവിച്ചു? അതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ വില മനസ്സിലാക്കണം. അതിനുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഇതിനെ ഇങ്ങനെ ഒരു ഫോമിലേക്ക് ആക്കി മാറ്റി. വചനത്തിന്റെ ഫോമിലേക്ക് ഇതിനെ തമ്പുരാൻ മാറ്റി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വസിക്കുന്ന വചനം നിങ്ങളിൽ പ്രവൃത്തി തലത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിലും ദേഹത്തിലും ദേഹിയിലും വചനം പ്രവർത്തിക്കുന്നത് അറിയാൻ പറ്റണം. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണേ. ഞാൻ ഞായറാഴ്ച പറഞ്ഞായിരുന്നു ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞായറാഴ്ചത്തെ സൺഡേ മീറ്റിംഗ് കൂടിയവർക്ക് അറിയാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് ക്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നോക്കിക്കേ, നിങ്ങളിലിപ്പം നിങ്ങളുടെ മനസ്സിലാണ് ആദ്യം നമുക്ക് അറിയാൻ പറ്റുന്നത്. കാര്യം നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഈ വചനം സ്പ്രെഡ്, അവിടെ ആത്മാവിലേക്ക് വന്ന വചനം മനസ്സിലാണ് ഈ ആകുല കിടക്കുന്നത്. അപ്പം നിങ്ങൾ ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പം സങ്കട വിചാരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? കുറയുമ്പോൾ നമ്മൾ ഇത് നിർത്തും. നിങ്ങൾ സങ്കട വിചാരങ്ങൾ കുറയുന്നതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? ബ്രദറെ ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഞാൻ പണ്ട് എറണാകുളത്ത് ഒരു പ്രാർത്ഥന വെച്ച സമയത്ത് ഭയങ്കര വണ്ടിക്കൂലിക്ക് ഭയങ്കര വലിയ സാമ്പത്തിക അനുഗ്രഹം ഉള്ളവരായിരുന്നു. പക്ഷെ അവർ സാമ്പത്തികമായിട്ട് തകർച്ചയിലൂടെ പോയി. അപ്പം മക്കളുമായിട്ട് എന്തൊക്കെയോ വിഷയം കാരണം അവർ വിശ്വാസികളൊന്നുമല്ല, മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഞാനിത് ഞാൻ എപ്പോഴും ഈ നേരത്തെ പറഞ്ഞതാണെങ്കിൽ ക്ഷമിക്കണം, എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നരുത്. അപ്പം ഞങ്ങൾ ആ ആൻറ്റിയും ബ്രദറും അവർ നടന്നാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ മക്കൾ പൈസ ഒന്നും തരുന്നില്ല, അമേരിക്കയിലൊക്കെയാണ് മക്കളൊക്കെ, എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്, അവരുടെ വ്യക്തിപരമായിട്ടൊരു വിഷയങ്ങൾ പേഴ്സണലി സംസാരിച്ചിട്ടില്ല. 1-2 കാര്യങ്ങൾ പറഞ്ഞു, അത് പുറത്ത് പറയാൻ പറ്റത്തുമില്ല. അപ്പം എന്നോട് പറഞ്ഞു, ബ്രദറെ ഒന്നുമില്ല സാമ്പത്തികമായിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം. പ്രാർത്ഥനയ്ക്ക് വരുന്നു, ഞങ്ങൾ കൂടുന്നു, ചായ കുടിക്കുന്നു, വീട്ടിൽ പോകുന്നു. ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുമുണ്ട്. ആ സമയത്ത് തൊട്ടടുത്തായിരുന്നു. ഒരു ദിവസം ഞങ്ങളെല്ലാം പാസ് ചെയ്ത് പോയപ്പോഴേക്കും ഞാൻ വീട്ടിൽ വിസിറ്റ് ചെയ്തു. വലിയ പ്രശ്നത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുക അവർ. അപ്പം ദൈവം എന്തായാലും ഈ വചനം കേട്ടുള്ള ഗുണം ഞാൻ പറഞ്ഞു തരാം, ഇത് നിങ്ങളിൽ പ്രവർത്തിക്കും. എൻ്റെ കൂടെ പറഞ്ഞ്, വചനം കേട്ടാലുള്ള ഗുണം ഇത് പ്രവർത്തിക്കും എന്ന് പറ. അപ്പൊ ദൈവം ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ 1-2 വിഷയങ്ങൾ തൊടാൻ വേണ്ടി തുടങ്ങി. വലിയ മാറ്റം ഉണ്ടായില്ലെങ്കിൽ പോലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. കർത്താവിന്റെ കൃപയാൽ ഇപ്പൊ ഇച്ചിരി സമാധാനമൊക്കെയായി. നടന്നു വന്നവര് ബസ്സിൽ വരാൻ തുടങ്ങി, ഓട്ടോറിക്ഷ വരാൻ തുടങ്ങി. ഇച്ചിരി വ്യത്യാസമൊക്കെ ദൈവം കൊടുത്തു. വലിയ വ്യത്യാസമൊന്നുമല്ല, ഇച്ചിരി വ്യത്യാസം. കുറച്ച് നാളായിട്ട് ഇവരെ ഞാൻ കാണുന്നില്ല. അപ്പൊ കാണാഞ്ഞപ്പം നമ്മുടെ എറണാകുളത്തുണ്ടായിരുന്ന ബ്രദറോട് ചോദിച്ചു, ബ്രദറെ ആ ആന്റിയും അച്ചായനെയും ഇപ്പൊ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പം അവര്, ബ്രദറെ ഞങ്ങൾ വിളിച്ചായിരുന്നു, അവര് എന്തോ വന്നില്ല എന്തോ പറഞ്ഞു. അപ്പൊ ഞാനപ്പോൾ ഓർത്തിന് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ, ഇനി വല്ലോ മാനസികമായിട്ട് ഇനി വണ്ടിക്കൂലില്ലാഞ്ഞിട്ട് എന്തെങ്കിലും സങ്കടമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ചപ്പോഴേക്കും ആദ്യ ചോദ്യം, ബ്രദറെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കത്തില്ലേ? വലിച്ചിരി കനത്തിലാണ് ചോദിച്ചത്. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അവിടെ തന്നെ ബ്രദറിന്റെ അടുക്ക വന്ന് ആ ഹോളിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, വീട്ടിലിരുന്നും പ്രാർത്ഥിക്കാം, കാട്ടിലിരുന്നും പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, കർത്താവ് എല്ലാം കേൾക്കും. ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ അവിടെ ഒന്നും മിണ്ടില്ല. ഞാനപ്പം ഞാൻ ചോദിച്ചു, സഹോദരി ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് എപ്പോഴും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം ഈ ഒരു 2 മാസം മുമ്പ് വരെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ വിളിക്കുന്നില്ല, മക്കളൊന്നും തരുന്നില്ല, മൊത്തവും സങ്കടപ്പെടുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. ഒരു വചനമെങ്കിലും പറയുവാൻ പറ്റുമായിരുന്നോ? ഇല്ല. ഒരു പാട്ടെങ്കിലും പാടാൻ പറ്റുമായിരുന്നു? ഇല്ല. പോട്ടെ, ഒരു TV-യിൽ ഒരു ന്യൂസെങ്കിലും കാണാൻ തോന്നുമായിരുന്നു? ഇല്ല. ഒന്നും തോന്നലില്ല. ഒരു മനോവികാരങ്ങളും വരുന്നില്ല. ഡിപ്രഷനും സങ്കടവും മാത്രം. കണ്ടോ? അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നമുക്കൊരു സഹായമാണ്, കൂട്ടായ്മ ഒരു സഹായമാണ്, നമുക്കൊരു ബലം നൽകുന്നതാണ്. അപ്പൊ നമ്മുടെ മനസ്സിലാണ് ഇത് മൊത്തം കിടക്കുന്നത്. നിങ്ങളുടെ അകത്ത് വചനം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ നിർത്തരുത്. ഞാൻ ചിന്തിക്കുവാണ്, അവർ കൂടുതൽ ആ പ്രാർത്ഥനയിൽ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അവരെ എൻ്റെ കൂടെ വന്നതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്, അവരുടെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയായിരുന്നു. ആ വചനം
അവർ കൂടുതൽ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ 100% പറയുന്നു, അവരിന്ന് സങ്കടപ്പെട്ട സകല വിഷയങ്ങളെയും ദൈവം അത്ഭുതമാക്കിയേനെ. അപ്പൊ പകുതി ഒരു ആശ്വാസം കിട്ടിയപ്പോൾ പിന്നെ ചോദ്യം, ബ്രദറെ വീട്ടിൽ നിന്നാ പോരെ? നല്ല ചോദ്യം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഞാൻ ഉത്തരം പറഞ്ഞായിരുന്നു, എവിടെ വേണേലും ഇന്ന് പ്രാർത്ഥിക്കാം, പക്ഷെ കൂട്ടായ്മയിൽ നമുക്ക് കിട്ടുന്നൊരു മനോബലം വേറെയാണ്. ആമേൻ. അപ്പൊ നോക്കിക്കേ, ഈ മനസ്സിന്റെ അകത്തുണ്ടാകുന്ന ഭാരങ്ങൾ ഇതും വെച്ചുകൊണ്ട് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും അത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ തളർന്നു പോകും. അപ്പൊ നിങ്ങൾ വചനം പറയണം. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, ബ്രദറെ ഞാൻ എപ്പോഴും വചനം പറയുന്നുണ്ട് ബ്രദറെ, ഞാൻ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം വചനം പറയുന്നുണ്ട് ബ്രദറെ, പിന്നെ എന്നാ ബ്രദറെ എൻ്റെ ജീവിതത്തിൽ അത് കാണാൻ പറ്റാൻ ശ്രദ്ധിച്ച്. ഒന്നുകൂടെ ഞാൻ പറയാം, വചനം പ്രവർത്തിക്കണമെങ്കിൽ, വചനം നിങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ, ഞാൻ ശമൂവേൽ പ്രവാചക പുസ്തകത്തിലെ വാക്യമുണ്ട്, പിന്നെ ഹന്ന കരഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്തുവാ? ഈ ഹന്ന ഇന്നലെ വരെ കരഞ്ഞു. തന്റെ ജീവിതത്തിൽ ആലയത്തിന്റെ അകത്ത് വന്ന ഹന്ന കരയുന്നത് വീട്ടിൽ ഇരുന്നുകൊണ്ടല്ല, പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന് കരയുന്നയാളാ. പിന്നെ ഹന്ന കരഞ്ഞില്ല. ഹന്ന പിന്നെ വലിയ പ്ലാനിലേക്ക് പോയി. അപ്പൊ നിങ്ങൾ ഈ വചനം പറയുന്നുവെങ്കിലും നിങ്ങൾ ഈ വചനത്തെ ശ്രദ്ധിച്ചു വേണം പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാൻ പറയാം, എന്നെ അനുഗ്രഹിക്കും ഇങ്ങനെയല്ല പറയേണ്ടത്. അബ്രഹാമിലൂടെ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, ഇസ്രായേലിന് മുഴുവൻ കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ എൻ്റെ മേലുണ്ട്. ശ്രദ്ധിച്ചോണം, എൻ്റെ മേലുണ്ട്. ആ ഉണ്ടെന്ന് പറയുന്നത് ഒരു വാക്കല്ല, പകരം ഒരു ബോധ്യമാണ്. നമ്മൾ ഓരോ വചനം പറയുമ്പോഴും നമ്മുടെ മനസ്സിനെ ശ്രദ്ധ കൊണ്ടുവരുവാൻ ചില വാക്കുകൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അബ്രഹാമിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അനുഗ്രഹം നീ തൊടുന്നിടത്തെല്ലാം യഹോവ അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു, അതെന്റെ മേലുണ്ട്. കണ്ടോ, ആ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യത്യാസം വന്നതുണ്ടോ? എൻ്റെ വീട്ടിലുണ്ട്. അപ്പൊ ഇത് വചനത്തെ എൻ്റെ മനസ്സിലിട്ട്, എൻ്റെ ആത്മാവിലിട്ട് ഞാൻ ആക്റ്റീവ് ആക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റായി പ്ലഗ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഈ വചനം പറയുമ്പോൾ വെറുതെ നടന്നുകൊണ്ട് പറയാതെ വചനത്തെ ശ്രദ്ധിക്കണം. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് അത് പറ്റും, ഇത് പറ്റും, അത് പറ്റി, ഇത് പറ്റും എന്നല്ല പറഞ്ഞാൽ ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കുന്നത്? അത് യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണണം, നടക്കുന്നതായിട്ട് കാണണം. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഞാൻ നമ്മൾ 2 ദിവസം ക്ലാസ്സിൽ തരുന്നല്ലേ. അപ്പൊ കാണാത്ത കാര്യങ്ങളെ കണ്ടുകൊണ്ട് വേണം പറയാൻ, എങ്കിലേ ആ വചനത്തിന് ആക്റ്റീവ് ആകുവാൻ കഴിയുകയുള്ളൂ. കാണാത്ത കാര്യങ്ങളെ കാണാതെ നിങ്ങൾ ചിലപ്പം കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വചനം പറയുന്നത് നല്ലതാണ്, പക്ഷെ കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും സാമ്പാറല്ല കാണേണ്ടത്, പകരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം നടക്കുന്നതായിട്ടും സാക്ഷ്യമാകും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ആ കാര്യം അല്ലേ. ഇങ്ങനെ കണ്ടുകൊണ്ട് വചനങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഭാരങ്ങൾ കുറയും, സങ്കടങ്ങൾ കുറയും. അപ്പൊ ശ്രദ്ധിക്കണം. അയ്യോ എനിക്ക് ബ്രദറെ പണ്ടത്തെ പോലെ എനിക്കിപ്പൊ അത്രയും ടെൻഷൻ ഇല്ല ബ്രദറെ, അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? അതോ ടെൻഷൻ കൂടിയോ? ഇല്ല ബ്രദറെ, ടെൻഷൻ കുറയുമ്പോൾ, ഭാരം കുറയുമ്പോൾ കൂടുതൽ വചനം പറഞ്ഞാൽ ഈ കേട്ട വചനം വിശ്വാസമായത് പുറത്തേക്ക് അടയാളമായി മാറും. കേട്ടെ, ഇപ്പൊ നിങ്ങളുടെ അകത്തത് വിശ്വാസമായി കിടക്കുമ്പോൾ നിങ്ങൾ ഉടനെ ഓടിപ്പോയിട്ട് ഫേസ്ബുക്കിൽ കയറും, യൂട്യൂബിൽ കയറും. ഞാൻ പറഞ്ഞത് ഇതൊന്നും തെറ്റാന്നല്ല. ഇവിടെ നാളെ പോലും ബ്രദർ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം വചനം ഇട്ടിട്ട് അതിനെ കുറ്റം പറയുമല്ല ഞാൻ പറഞ്ഞത്. ഈ സമാധാനം മനസ്സിൽ ഭയങ്കര ഒരു പീസ് വരുമ്പോൾ, വചനം പറഞ്ഞ് നമ്മുടെ ലകത്ത് വിശ്വാസമായിട്ട് അത് ആക്റ്റീവായി തുടങ്ങുമ്പോൾ ഓടിപ്പോയിട്ട് ഫേസ്ബുക്കിൽ കയറാതെ കുറച്ച് നേരവും കൂടെ ഒന്ന് പ്രവർത്തിപ്പിക്കും. കുറച്ചു നേരം കൂടെ പ്രവർത്തിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കൺമുമ്പിൽ അത്ഭുതങ്ങളായത് മാറുന്നത് കാണാൻ പറ്റും. കേട്ടത് വചനമായിട്ടാണ്, ഉള്ളത്തിൽ വിശ്വാസമായി മാറി, പിന്നെ അത് വചനമായിട്ടല്ല വരുന്നത്, പിന്നെ അത് അത്ഭുതമായിട്ടാണ്. ഇതാണ് നമ്മുടെ അകത്ത് ഇത് പ്രവർത്തിക്കുന്ന തലം. ഇത് പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്, അയ്യോ ഫേസ്ബുക്ക് ഒന്നും ഉപേക്ഷിക്കാനല്ല ഞാൻ ഈ പറഞ്ഞത്, നാളെ മുതൽ ചിന്തിക്കരുത്.
നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിക്കാനല്ല ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാം ശ്രദ്ധിച്ചോണേ. അതൊക്കെ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫേസ്ബുക്ക് ഒക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, യൂട്യൂബിൽ വചനം ഇട്ടുകൊണ്ട് ഒത്തിരി ഗുണമുണ്ടായി. നമുക്ക് ആൾക്കാർ സുവിശേഷം, അതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ ഇതിനെ പ്രയോജനപ്പെടുത്തണം. നമ്മൾ കർത്താവിന്റെ വചനം, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ജോലിക്ക് പോകേണ്ട സമയത്ത് ജോലിക്ക് പോകുന്നു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ജോലി സ്ഥലത്ത് പോകേണ്ട സമയത്ത് നിങ്ങൾ ആരെങ്കിലും, അയ്യോ ഇന്ന് എനിക്ക് 10 മണിയാകുമ്പോൾ ജോലിക്ക് പോകണം, പക്ഷേ വീട്ടിൽ 10 മണിക്ക് നിങ്ങൾ ആരെങ്കിലും ആ സമയത്ത് കഞ്ഞി വെക്കാൻ വേണ്ടി പോവോ, കറി വെക്കാൻ വേണ്ടി ആ സമയത്ത് പോവോ നിങ്ങൾ? ഇല്ല. നിങ്ങൾ അതിനെല്ലാം ഒരു സമയം വെച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കഞ്ഞി കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കഞ്ഞി വെക്കുന്ന സമയത്ത് നിങ്ങൾ ജോലിക്ക് പോകത്തില്ല എങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ ഈ സമയം ശ്രദ്ധിക്കണേ. ഫേസ്ബുക്കിലൊക്കെ കയറാൻ സമയം വെച്ചോ, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷെ നല്ലത് കേൾക്കണം. യൂട്യൂബിലായിക്കോട്ടെ, സമയം നല്ല വചനം കേട്ടു, എല്ലാം നല്ലതാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോണേ, നിങ്ങൾ ഈ വചനത്തെ അത്ഭുതമാക്കി മാറ്റുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ട് വേറെ നിങ്ങൾ എവിടെ വേണേലും പൊക്കോ. എപ്പോഴാണ് ഇത് ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഇത് പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നത്? നിങ്ങളുടെ ഭാരം കുറയണം. നിങ്ങൾക്ക് ഭാരം വരാത്തൊരു ലെവലിലേക്ക് നിങ്ങളുടെ വചനം വരുന്ന സമയമാണ് ഈ അത്ഭുതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ദിവസവും ഇത് പറയണം, ബ്രദറെ എനിക്ക് സങ്കടം ഇങ്ങോട്ട് മാറുന്നില്ല. എൻ്റെ അർത്ഥം വിശ്വാസമായിട്ടത് മാറുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ വചനം കേൾക്കണം. ബ്രദറെ എനിക്ക് വചനം പറയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ വചനം കേൾക്കേണ്ടത് കൂടുതൽ സമയം. ബ്രദറിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുക, വേണ്ട, ബ്രദറിന്റെ വചനം വീണ്ടും ഒന്ന് കേക്ക്. ബലം നിങ്ങളുടെ ഉള്ളത്തിൽ ആ വചനത്തെ പ്രവൃത്തി തലത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാതെ നിങ്ങൾക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുമല്ല, ഇത് മനസ്സിലാക്കണമേ. പല ആൾക്കാർക്ക് ഇത് മനസ്സിലാകാതെ പോയി. അവർക്ക് എന്താ പറ്റുന്നറിയോ? ചിലർ പറയും, ഞങ്ങൾ കുറേ മിക്കവരുടെയും പരാതി ചെയ്തു. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്ക്, എടുത്തു പറഞ്ഞോണേ. ഞങ്ങൾ കുറേ ബ്രദർമാർക്ക് കാശ് കൊണ്ടേ കൊടുക്കും. എന്നോട് മിക്കവരും പരാതി വരും, നിങ്ങൾ ബ്രദറെ അവിടെ കൊണ്ടേ കാശ് കൊടുത്ത് കുറേ ബ്രദർമാർക്ക് കാശ് കൊടുത്തു. ദൈവമേ അങ്ങനെ പറയരുത്. നിങ്ങൾ ബ്രദറിന് കൊടുത്തതല്ല, സുവിശേഷ വിലയ്ക്ക് കൊടുത്തതാ. അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞ ഇടയിൽ കുറെ ആൾ പേര് പറഞ്ഞതാ. അങ്ങനെ നിങ്ങളുടെ പ്രശ്നമാണത്. ഞാൻ പറഞ്ഞ കുറ്റപ്പെടുത്തുമല്ല, നിങ്ങളിത് മനസ്സിലാക്കണമേ. ഈ വചനം പ്രവർത്തിപ്പിക്കണം. പ്രവചനം പ്രവർത്തിക്കാതെ വചനം പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഭാരങ്ങൾ വചനം പക്ഷെ ബ്രദറെ വചനം പറഞ്ഞിട്ട് ഭാരമെല്ലാം കുറയുന്നുണ്ട്, ഇപ്പോൾ ഒരു മനസമാധാനമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ എനിക്കൊരു അത്ഭുതവും കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം വിശ്വാസമായി മാറിയ ആ വചനം അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഫോമിലേക്ക് വന്ന വചനം അത്ഭുതമായിട്ട് പുറത്തേക്ക് ഒഴുകുന്നില്ല. എവിടെയോ ഒരു തടസ്സമുണ്ട്. ഒരു മിനിറ്റ്, എൻ്റെ കൂടെ ഒരാളുണ്ട്, ആ പുള്ളിയാണ് ഈ ബഹളം വെക്കുന്നത്. അപ്പൊ ഈ കേൾക്കുന്ന വചനം നമ്മുടെ ഉള്ളിലേക്ക് ഓവർഫ്ലോയിലേക്ക് നിങ്ങൾ ഇതിനെ കൊണ്ടുവരണം. നോക്കിക്കേ, അപ്പൊ മനസ്സമാധാനം വന്നത് അത് നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വാസമായി മാറിയത് കൊണ്ടാണെങ്കിൽ ആ മാറിയത് പുറത്തേക്ക് അത്ഭുതമായി വരണമെങ്കിൽ ഓവർഫ്ലോ നടക്കണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, നിറയാതെ ഒഴുകത്തില്ലെന്ന് പറ. അപ്പം ഈ ദിവസങ്ങളിൽ നിറയാത്തത് കൊണ്ടാണ് ഒഴുകാത്തത്. അപ്പൊ എൻ്റെ ഡ്യൂട്ടി നിറയ്ക്കുക. ഈ ദിവസങ്ങളിൽ മനസ്സമാധാനത്തിൽ നിന്നുകൊണ്ട് അത്ഭുതത്തിലേക്ക് ജമ്പ് ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? മെനക്കെടണം. വചനം പറയുവാൻ സമയം കണ്ടെത്തണം. വചനത്തെ എൻ്റെ ഉള്ളിൽ ഓവർഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ ഞാൻ മെനക്കെടണം. അയ്യോ എൻ്റെ ബ്രദറെ, എന്തൊരു എളുപ്പമാണ് യൂട്യൂബിൽ കയറിയിരിക്കാൻ. എന്തോരം സമയമാണ് പോകുന്നറിയോ? പക്ഷെ വചനം പറഞ്ഞ് 5 മിനിറ്റ് ആകുമ്പോഴേക്ക് എവിടുന്നേലും ആരെങ്കിലും ഒക്കെ വിളിക്കും, പിന്നെ ആ വഴിക്ക് അങ്ങ് പോകും. എന്തോരം ഡിസ്ട്രാക്ഷനുകളാണ്. ശ്രദ്ധിക്കണം. എൻ്റെ നന്മയെ കെടുത്താൻ വേണ്ടി ഇതെല്ലാം വരുന്നത്. സകല ഡിസ്ട്രാക്ഷനുകളും എൻ്റെ ജീവിതത്തിൽ വരുന്നത് ഞാൻ ഇത് ഓവർഫ്ലോ ഉണ്ടാകരുത് എന്ന് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വചനം പറയുമ്പോഴാണല്ലോ ഇത് മൊത്തവും വരുന്നത്. നിങ്ങൾ ഒരു സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കണം. ഇതാണ് നിങ്ങൾ കർത്താവുമായിട്ടുള്ള സമയം. ഇത് നിങ്ങൾക്ക് വേണം. അല്ല എങ്കിൽ നിങ്ങളുടെ അകത്തുനിന്നും കേട്ട വചനങ്ങളെല്ലാം ഇങ്ങനെ വിശ്വാസമായി ഇങ്ങനെ കിടക്കുക. ഇത് പുറത്തേക്ക് ഒഴുകണം.
അതിന് ഓവർഫ്ലോ വരണം വിശ്വാസത്തിന്റെ. അതുകൊണ്ടാണ് അളവറ്റ ശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് അളവില്ല. വിശ്വാസം വർദ്ധിക്കുന്നതാണ്, ഇത് ഒഴുകുന്നതാണ്. പക്ഷെ പുറത്തേക്ക് വിശ്വാസം വരുമ്പോൾ അത് അത്ഭുതമായിട്ടാണ്. വിശ്വാസത്തിന്റെ രൂപം മാറും. വിശ്വാസത്തിന് രൂപമാറ്റം വന്നു കഴിഞ്ഞാൽ അത് അത്ഭുതമായിട്ട് മാറും. ഇത് വരുന്നത് വരെ, അതുകൊണ്ടാണ് ഇത്രയും നേരം കണ്ടല്ലോ, ഇസ്രായേൽ പൗരത്വമുള്ളവര് ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇതെല്ലാം വന്നു. ഇത് കേൾക്കാൻ നല്ല രസമാണ്. പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരണം. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുവാണ്. നിങ്ങളുടെ ഉള്ളത്തിൽ, സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന പോലെ തന്നെ, നിങ്ങളുടെ ഉള്ളത്തിൽ പറയുന്ന വചനം, കേട്ട വചനം പ്രവർത്തിക്കുന്നു എന്ന് എങ്ങനെ അറിയുവാൻ കഴിയും? നമ്മൾക്കൊരു ടെൻഷൻ വരത്തില്ല. ഉള്ളത്തില് സന്തോഷവും സങ്കടം കുറയും. ആമേൻ. നിങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള പ്രയാസങ്ങൾക്ക് വ്യത്യാസം വരുന്നതനുസരിച്ച് അതിന്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വാസം വളരുന്നു, അല്ലെങ്കിൽ വിശ്വാസമായി മാറിയിരിക്കുന്നു. അപ്പം ബ്രദർ ഇച്ചിരി വിഷമം, കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഇച്ചിരി വിഷമമുണ്ട്. അതിന്റെ അർത്ഥം എന്നറിയോ? ഇച്ചിരിയും കൂടെ ഒരു ഓവർഫ്ലോ വരേണ്ടത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴേക്ക് ഇപ്പൊ വിഷമം വരുന്നില്ല, ഭയങ്കര ഒരു ധൈര്യം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വാക്യം ഞാനൊന്ന് എടുക്കുക, ഒന്നുമില്ല ശരിയാകത്തില്ല ആ വാക്യം. ഇപ്പോൾ സമയം മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം. എനിക്കൊന്ന് സമയം തരണേ. ആ സംഖ്യാ പുസ്തകത്തിന്റെ അകത്ത് 13:27 ആ വാക്യം. ഞാൻ ആ വാക്യം ഒന്നെടുക്കാം. അപ്പൊ എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നോക്കിക്കേ. 27-ാമത്തെ വാക്യം നോക്കിക്കേ. അവൾ അവനോട് വിവരിച്ചു പറഞ്ഞെന്നാൽ, നിങ്ങൾ ഞങ്ങളെ അയച്ച് എങ്കിൽ ഫലമിതാ. എങ്കിലും ദേശത്തിൽ പാർക്കുന്ന ജനം ബലവാന്മാരും പട്ടണം ഏറ്റവും ഉറപ്പുള്ളതും വലിയതുമാകുന്നു. ഞങ്ങൾ അനാക്യ പുത്രന്മാരെ കണ്ടു. മല്ലന്മാരാണ്. അനാക്യരെ തെക്ക്, ഈ മല്ലന്മാർ രാക്ഷസന്മാരാണ്. എന്നാൽ കുറെ കാര്യമൊക്കെ പറഞ്ഞു. എന്നാൽ കാലേബും മോശയും മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കും, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. എങ്കിലും അവരുടെ കൂടെ പോയിരുന്ന പുരുഷന്മാർ, ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയത്തില്ല, അവർ നമ്മിൽ ബലവാരാകുന്നു. തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം നിവാസികളും തിന്നുകളയുന്നു. ദേശവാർ, ഞങ്ങൾക്ക് കണ്ട ജനമൊക്കെയും അതികായകന്മാർ. അവിടെ ഞങ്ങൾ അനാക്യ സന്തതികളായ മല്ലന്മാരെ കണ്ടു, അങ്ങനെ വെട്ടുക്കിളിയെ പോലെ തോന്നി എന്നൊക്കെ അവർ പറയുക. നോക്കി, ഇതെല്ലാം പറഞ്ഞു. മറ്റൊരു വാക്യത്തിലുണ്ട്, അവർ ഹൃദയം, അവർ ഒരു രാത്രി മൊത്തം അവരിരുന്ന് കരഞ്ഞു എന്നാ പറഞ്ഞത്. എനിക്കൊന്നത് 14-ാമത്തെ വാക്യത്തിലാണ്. ഒരു രാത്രി മൊത്തം അവർ കരഞ്ഞു. ആമേൻ. അപ്പൊ നിങ്ങൾ നോക്കി, അപ്പൊ കാലേബ് പറയുകയാണ്, ദൈവം നമുക്ക് ആ പട്ടണം, ദൈവം കാലേബും മോശയും മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. നമുക്ക് ജയിക്കാൻ ഇപ്പൊ ഇത്രയും ജനം കരയുമ്പോൾ, ഇത്രയും ജനം കണ്ണുനീർ വാർക്കുമ്പോൾ, ഇത്രയും ജനം മനസ്സിടിയുമ്പോൾ, ഇവിടെ എങ്ങനെയാണ് കാലേബേ അങ്ങേക്കിങ്ങനെ ധൈര്യത്തിൽ പറയാൻ പറ്റുന്നത്? അങ്ങേക്ക് എങ്ങനെയാണ് ഇത് ശക്തിയോടെ ഇത്രയും ഉറപ്പിൽ പറയാൻ പറ്റുന്നത്? കാലേബ് പറയും, എന്നാ ചെയ്യാൻ? ഈ മോശ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കി. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ച് ജനമാ രാത്രി മൊത്തവും കരഞ്ഞു. കണ്ടോ? ജനം രാത്രി മൊത്തം ഇരുന്ന് കരഞ്ഞു. എന്നാ കാര്യത്തിനാ കരയുന്നത്? ഹല്ലേലൂയ. ദേശത്ത് ഉറ്റുനോക്കിയവരിൽ നൂന്റെ മകനായ യോശുവയും യെഫൂന്നയുടെ മകനായ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളോട് സർവ്വസഭയോടും പറഞ്ഞു നിന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്ര നല്ല ദേശം. കണ്ടോ? യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമുക്ക് പാലും തേനും ഒഴുകുന്ന ദേശം കൊണ്ടു ചെന്ന് നമുക്ക് തരും. കണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, യോശുവേ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയല്ലേ ഈ ആൾക്കാര്? ഇവര് നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെയല്ലേ കരഞ്ഞവര്? ഒരു രാത്രി മൊത്തം ഉറങ്ങേണ്ട സമയത്ത്, എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് മല്ലന്മാര് ഞങ്ങളെ കൊല്ലുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞവരുടെ കുടുംബക്കാര് തന്നെയല്ലേ യോശുവേ നിങ്ങളും? പിന്നെ എങ്ങനെയാ യോശുവേ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് യഹോവ അത് തരുമെന്ന്?
24 മണിക്കൂറും വാ തുറന്നാൽ യോശുവ അറിയോ, ഞങ്ങൾ കനാനിൽ പോയി ബിസിനസ് ചെയ്യും, ഞങ്ങൾ കനാനിൽ പോയി പാലും തേനും ആ വാക്കുകൊണ്ടോ, അദ്ദേഹം പറഞ്ഞ വാക്കുകൊണ്ടോ, പാലും തേനും ഒഴുകുന്ന ദേശം ഞങ്ങൾക്ക് തരും. അപ്പൊ വാ തുറന്നാൽ പാലും തേനുവാ. അതുകൊണ്ട് എന്നാ പറ്റുമെന്നറിയാവോ, യോശുവയുടെ മനസ്സിന്റെ അകത്ത് ഇപ്പൊ ഭയമല്ല, ഭാരമല്ല, നിരാശയല്ല. പിന്നെയോ ഏത് ബ്രദറിനെ വിളിച്ചാലാ ഒരു അത്ഭുതം ഉണ്ടാകുന്നത്, എവിടെ പോയാലാ ഒരു അത്ഭുതം ഉണ്ടാകുന്നത് എന്നല്ല, യോശുവയുടെ മനസ്സ് മൊത്തം നിറഞ്ഞു അടുത്ത സ്റ്റെപ്പിലേക്ക്, അത്ഭുതത്തിലേക്ക് നിറഞ്ഞിരിക്കുക. തൊട്ടാൽ ഇപ്പൊ അത്ഭുത അതേപോലെ നിൽക്കുക. ആലോചിക്ക്, അതേപോലെ നിൽക്കുക. ഇതാണ് നിങ്ങളിൽ വരേണ്ടത്. അപ്പൊ നമ്മൾ മെനക്കെടണ്ടേ, സമയം കണ്ടെത്തണ്ടേ. ഇനി ബ്രദറെ, എനിക്ക് ബ്രദർ പറഞ്ഞൊക്കെ ശരിയാണ്, അതുകൊണ്ട് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുവാണേ. എനിക്ക് എല്ലാം പറയണമെന്നുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ സമയം 1.5 മണിക്കൂർ പോയി. അപ്പൊ നിങ്ങൾ പറയുകയാണ്, എൻ്റെ ബ്രദറെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള അവസരമില്ല. ഒരു കാര്യം ചെയ്യും, കിടന്നുകൊണ്ടങ്ങ് കേക്ക്. നിങ്ങൾ വചനം പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞോളും. ചിലർ പറയും, ബ്രദർ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല. കേക്ക്, വെറുതെ കിടന്നുകൊണ്ടാണെങ്കിലും കേക്ക്, ഉറങ്ങിപ്പൊക്കോട്ടെ, കുഴപ്പമില്ലെന്നേ. നാളെയും വെച്ച് കേക്ക്, ദിവസവും കേൾക്കുമ്പോൾ ഉറക്കം പൊക്കോളും. ഹല്ലേലൂയ. കാര്യം കേട്ട വചനം വിശ്വാസമായി മാറുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ഇപ്പൊ വചനം പറയണമേ. ഇനി ഇത് ശ്രദ്ധിച്ചോണേ, വചനം പറയുമ്പോൾ മനപ്രയാസങ്ങൾ, ഭാരങ്ങൾ കുറയുമ്പോൾ നിർത്തരുത്, സ്റ്റോപ്പ് ചെയ്ത് പോകരുത്. ഇപ്പൊ ഒരു സമാധാനം, എന്തൊരാശ്വാസം, പോകരുതേ, നിക്കവിടെ. പറഞ്ഞു 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 പറഞ്ഞ് ആ തരി കിടക്കുന്ന മനപ്രയാസം കൊണ്ട് എടുത്തുകളാം. എന്നിട്ട് വാ തുറക്കുമ്പോൾ പാലും തേനും ഒഴുകുന്ന ദേശം കിട്ടുമെന്നാണ് പറയുന്നതെങ്കിൽ ഉറപ്പിച്ചു, അത്ഭുതത്തിന്റെ സ്റ്റെപ്പിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു. അടുത്തത് അത്ഭുതമാണ്. പക്ഷെ വാ തുറന്നാൽ ഇപ്പൊ പറഞ്ഞത് കുറച്ചും കൂടെ ബ്രദറെ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ചെന്നാലും ബ്രദറെ കുറച്ചും കൂടെ ആകാനുണ്ട് കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ. ഇനി പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. നിങ്ങൾക്ക് നാളെ രാവിലെയൊക്കെ ജോലിക്ക് പോകേണ്ടവരാണല്ലോ, കിടന്നുറങ്ങേണ്ടവരാണല്ലോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ കൃപ പെരുകുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ഒന്ന് പറഞ്ഞ്, ആ രോഗമൊക്കെ ആയിട്ട് മെഡിക്കൽ റിപ്പോർട്ടും ഒക്കെ എൻ്റെ മുമ്പിൽ അത്ഭുതമാകുന്നത് കണ്ടുകൊണ്ട് ഒന്ന് പറഞ്ഞു. ഈ സമയത്ത് പ്രാർത്ഥന വിഷയം അയക്കുന്നവർക്ക് അയ്യോ കഷ്ടം, അങ്ങനെ അയക്കരുത്. ഈ സമയത്ത് കാണേണ്ട സമയമാണ്. അയ്യോ കഷ്ടം എന്ന് പറയാൻ കാരണം അറിയോ, നിങ്ങളുടെ ചിന്ത മേറെ മാറിപ്പോവുക. നമ്മൾ കഷ്ടകാലത്തിലേക്ക് അന്നല്ല കിടക്കുന്നത്, അത്ഭുതത്തിൽ നിൽക്കാൻ വേണ്ടി പോയി. ഈ സമയം യേശുവിന്റെ നാമത്തിൽ വലിയ സാക്ഷ്യത്തിലേക്ക് നമ്മൾ പോവാ, വലിയ സാക്ഷ്യമാകാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ ഈ നിമിഷം തന്നെ കർത്താവേ, ഇത് ദൈവപ്രവൃത്തിയിലേക്ക് അവരെ കൊണ്ടുവരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു മോതിരം കർത്താവ് എന്നെ കാണിക്കുക. മോതിരത്തിന്റെ അകത്ത് കർത്താവ് എന്നെ ഉള്ളത്തിൽ നാൻസി എന്ന് എഴുതിയിരിക്കുന്ന ഒരു മോതിരം, നാൻസി എന്നെഴുതിയിരിക്കുന്ന ഒരു മോതിരം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ മോതിരം, നാൻസിയുടെ പേരെഴുതി വെച്ചിരിക്കുന്ന ഒരു മോതിരമാണ് ഞാൻ കാണുന്നത്. ആ മോതിരവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ, പ്രത്യേകിച്ച് ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ അടയാളം കാണുന്ന ഭവനം ഇപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് വേർതിരിക്കുന്നു. ഈ സെപ്റ്റംബർ എന്നുള്ളൊരു മാസം കർത്താവ് എന്നെ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു കാണിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയ കൃപ ആ കുടുംബത്തിൽ ആരുടെ കാര്യത്തിലാണോ, ആരുടെ കയ്യിലാണോ ആ മോതിരം കിടക്കുന്നത്, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ പറയാനുള്ളവർ മാത്രമേ മ്യൂട്ട് മാറ്റാവുള്ളേ, അല്ലാത്തവരൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സൂമിലോ ലൈവിലോ ആണ് ആ വ്യക്തി കാണുന്നതെങ്കിൽ ആമേൻ പറഞ്ഞ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തു. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. പറയാനുണ്ടെങ്കിൽ മാത്രം പറയാ. ഞാൻ ഇത് മ്യൂട്ട് മാറ്റിയിട്ടിരിക്കുന്നത് ആലോചന സൂമിലാണ് ഉള്ളവരെങ്കിൽ അവർക്ക് ഇതൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാത്തവരൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്,
യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവിന്റെ കൃപ പെരുകുന്നല്ലോ. കർത്താവിന്റെ സാക്ഷ്യം ഇന്ന് കർത്താവ് ഇന്ന് ഓരോ വ്യക്തികളുടെ മേൽ പ്രവർത്തിക്കുന്നല്ലോ. ഞാൻ എല്ലാവരും ഒന്ന് ഓൾ മ്യൂട്ട് ചെയ്യുവാണേ. ഞാൻ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എപ്പോഴും മ്യൂട്ട് മാറ്റിയിടുന്നത്. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ, ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു വ്യക്തിയുടെ യാത്ര കർത്താവ് എന്നെ കാണിക്കുക. ആ വ്യക്തി ഈ ഒരു വയലറ്റ് നിറം, ലൈറ്റ് കളറിലെ വയലറ്റ് കളറ് ലൈറ്റ് കളറാണ്. അതിൻ്റെ അത് വേറെ ഡിസൈനുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഡ്രസ് ഇട്ടുകൊണ്ട്, ഒരു സാരിയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് ഒരു യാത്ര കർത്താവ് എന്നെ കാണിക്കുന്നു. ആ യാത്ര പോയതൊരു ബാങ്കിലേക്കാണ്. അവിടുന്ന് ആ യാത്ര കഴിഞ്ഞ് പിന്നെ പോയതൊരു മെഡിക്കൽ സ്റ്റോറിലേക്കാണ്. അതിനുശേഷം പിന്നെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന ഒരാളെ, അയാളുടെ യാത്ര ദൈവാത്മാവ് അടയാളം കാണിക്കുന്നതാണ്. ഞാൻ ആ വ്യക്തിയെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തി സൂമിലാണെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ അത് ഏസുന്നോ അല്ലെങ്കിൽ അത് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിലായിട്ട് എടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി മാത്രം മ്യൂട്ട് മാറ്റാം. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടെന്ന് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വലിയ ഭാരത്തോടെ, വലിയ സങ്കടത്തോടെയാണ് നിങ്ങൾ യാത്ര ചെയ്തത്. എന്നാൽ കർത്താവ് ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി പൊന്നിൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയും, ദുഃഖം സന്തോഷമായി മാറാൻ വേണ്ടി പോവാ എന്ന് പറയുന്നു. യേശുവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങൾ ഇപ്പോൾ അത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ കൃപ ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കുന്നല്ലോ. സകല വിഷയത്തിൻ്റെ മേൽ നിന്നും ദൈവം ആ കുടുംബത്തെ വിടുവിക്കുന്നല്ലോ. അവരുടെ ഭാരങ്ങളെ ദൈവം തൊടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു ഭവനത്തിൻ്റെ അകത്തൊരു ചാർലി എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിക്കുക. ആ കുടുംബത്തിൽ തന്നെ ഈ പേര് എഴുതി വെച്ചിട്ട് നമ്മൾ ഈ മെമ്മോറാൽ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മെമ്മോ, അതിൻ്റെ ഒരു പതിച്ചത്, ആ പേര് കൊണ്ട് പതിപ്പിച്ചത് TV-യുടെ മുകളിൽ ആ ഭാഗത്തിരിക്കുന്നതായിട്ട് ഞാൻ കാണുവാണ്. ഈ പേര് എഴുതി വെച്ചിരിക്കുന്നത് എവിടെ നിന്നോ കിട്ടിയതാണത്. അത് TV-യുടെ മുകളിൽ, അത് TV ഇരിക്കുന്നതിൻ്റെ ആ ഭാഗത്ത് തന്നെ ഇതിരിക്കുന്നുണ്ട്. ഈ പൊസിഷൻ പേരെഴുതി എന്തോ കിട്ടിയതാ, അതവിടെ കാണുന്നുണ്ട് ആ ഭവനത്തിൽ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ വ്യക്തിയെ ഇന്ന് അനുഗ്രഹിച്ച് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഇന്ന് പെരുകുന്നല്ലോ. ഓരോ വ്യക്തികളെയും ഞാൻ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ കൈയെടുത്ത് വെച്ച മുഴകൾ ശരീരത്തിൽ നിന്ന് അപ്രതീക്ഷിതമാകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ശരീരത്തിന്റെ മേലേക്ക് ദൈവപ്രവൃത്തിയുടെ ശക്തി വ്യാപരിക്കുന്നു. ആ ശരീരത്തിലെ സകല രോഗബന്ധനങ്ങൾ ഇപ്പോൾ വിട്ടുമാറുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശരീരത്തിന്റെ അകത്ത് ഞരമ്പുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ, കർത്താവെ ഓരോ അവയവങ്ങളുടെ മേൽ യേശുവിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. കാഴ്ചകൾ വർദ്ധിക്കട്ടെ, കേൾവി വർദ്ധിക്കട്ടെ. കർത്താവ് ഊമൻ സംസാരിക്കും, ചികടൻ കേൾക്കും, മരിച്ചവൻ ഉയർക്കും, മുടന്തൻ തുള്ളും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യത്തെ റിലീസ് ചെയ്തപ്പോൾ ഓ യേശു, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ ബാബു എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. സൗദിയിൽ ആ കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയുണ്ട്. ബാബു എന്ന് പേരുള്ള ഒരു വ്യക്തി ആ ഭവനത്തിലുണ്ട്. ഞാൻ ആ വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ വേഗത്തിൽ സ്വീകരിച്ചു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായ ഒരു വഴിയെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നത് പറയുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങ് പ്രിയമക്കളെ തൊടുന്നല്ലോ അപ്പാ. അവരുടെ രോഗശക്തികളെ കർത്താവെ അങ്ങ് അവിടെ നിന്നും പുറത്താക്കുന്നല്ലോ അപ്പാ. അവരുടെ സകല പ്രതികൂലങ്ങളിൽ നകത്തുനിന്നും കർത്താവ് അവരെ സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ഓ ജീസസ്, എൻ്റെ യേശുവേ, അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ.
അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന് അതിൽ എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് വെളിപ്പെടുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ആ ബ്ലോക്കുകളൊക്കെ മാറി ഫ്രീ ആകട്ടെ. ദിവ്യ സമാധാനം ഉണ്ടായി വരട്ടെ. പട്ടണങ്ങളിൽ, കുടുംബത്തിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ട സാക്ഷികളായി തീരട്ടെ. ഓ യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. പ്രതികൂലമായി നിൽക്കുന്ന വിഷയങ്ങളൊക്കെ നീങ്ങുന്നല്ലോ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഞാൻ കൽപ്പിക്കുന്നപ്പ ഈ സമയത്ത് ശരീരത്തിന് മേൽ രോഗമുള്ളൊരു കൈവച്ച് എന്നിട്ട് ആ വ്യത്യാസം കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്തേ. In the name of Jesus Christ, in the name of Jesus Christ. Hallelujah. കർത്താവിന്റെ വലിയൊരു സ്പർശനം എന്ന് വെളിപ്പെടുക. വേദനയ്ക്കകത്തുനിന്നും നിങ്ങളെ ഇപ്പോൾ വിടിവിക്കപ്പെടുക. കൈയെടുത്ത് വെച്ച ശരീരത്തിന് മേൽ കൈ അവിടെ എടുക്കുമ്പോൾ തന്നെ എന്താണോ കഴിയാത്തൊന്ന് ചെയ്ത് ഇപ്പൊ വേദന അവിടെ ഇല്ല. ബുദ്ധിമുട്ട്, വർഷങ്ങളായിട്ടുന്ന രോഗങ്ങൾ, വേദനകൾ ശരീരത്തിൽ തളം കെട്ടി കിടന്നതാണ്. അതെല്ലാം വറ്റി മാറുകയാ. ഓ ജീസസ്, ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ പുല്ലാട്ടെന്ന് പറഞ്ഞ ഒരു ഒരു സ്ഥലപ്പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊരു വീട്ടുപേരാണ്. ആ പുല്ലാട്ടെന്ന് പറഞ്ഞ വീട്ടുപേരുള്ള ആരെങ്കിലും എന്നെ ഇപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പുല്ലാട്ടെന്നുള്ളൊരു വീട്ടുപേരുള്ള ആ വീട്ടുപേരുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന് വേണ്ടി, സ്ഥലമല്ല പക്ഷെ വീട്ടുപേരാണ് ഞാൻ കേൾക്കുന്നത്, ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു പറയുന്നു. നാളിതുവരെയായി കയറാത്ത നന്മകൾ കുടുംബത്തിന്റെ മേൽ കയറാൻ വേണ്ടി പോകുന്നു. ദൈവപ്രവർത്തികൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഒരുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ കൽപ്പിക്കുന്നപ്പ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഗ്രീഷ്മ എന്നു പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു. തലമുറയെ ദൈവം തൊടുന്നാട്ട് പറഞ്ഞ ഗ്രീഷ്മ. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഗ്രീഷ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ നമ്മൾ ഈ മുന്തിരിക്കൊലകൾ, അതിൻ്റെ ഒരു ചിത്രം ഞാൻ ആ കുടുംബത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. മുന്തിരിക്കൊല ഇങ്ങനെ കൊലച്ച് നിൽക്കുന്ന ഒരു ചിത്രം ആ വീടിൻ്റെ അകത്ത് എവിടെയോ ഒരു അടയാളം പോലെ കർത്താവ് എന്നെ കാണിക്കുക. ഒന്ന് ചെക്ക് ചെയ്യുക. ഗ്രീഷ്മയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അത് ഏറ്റെടുത്തോണം. ഈ ഒരു സൈൻ എവിടെയോ അതിൻ്റെ അകത്തുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അങ്ങ് ചെയ്യുന്നല്ലോ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ വേർതിരിക്കുന്നപ്പ അങ്ങ് ഓരോ വ്യക്തികളെയും തൊടുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഞാനൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു 4.5 സെന്റ് സ്ഥലം. ആ സ്ഥലം നിങ്ങളത് വിറ്റു, കുറേ കാലം മുമ്പ് അത് വിറ്റു. അത് വിറ്റതിന് ശേഷം പലയിടങ്ങളിൽ മേടിക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തു, പക്ഷെ മേടിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നിങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഒത്തിരി നിങ്ങൾ ഒത്തിരി അലഞ്ഞിട്ടും നിങ്ങൾക്ക് പറ്റിയില്ല. ഞാൻ ആ വ്യക്തി സഞ്ചരിക്കുന്ന ഒരു വഴി കർത്താവ് എന്നെ കാണിക്കുക. ഒരു അമ്പലത്തിൻ്റെ ആൾത്തറ കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി അവിടുന്ന് ബസ് കയറി പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുടെ കർത്താവ് ഇങ്ങനെ ഉള്ളത്തിൽ പറയുവാൻ തുടങ്ങുന്നു, നന്മയെ അപഹരിച്ച് നഷ്ടപ്പെടുത്തി ഒന്നുമില്ലാത്ത വ്യക്തിയെ പോലെ പുറത്തേക്ക് തള്ളപ്പെട്ട അവസ്ഥ ജീവിതത്തിൽ നിന്നും തമ്പുരാൻ എടുത്ത് മാറ്റുകയാണ്. ദൈവത്താലുള്ള നന്മ വരും, ഭവനം ദൈവം തരും. ഓ യേശുവേ, ഇന്ന് നഷ്ടപ്പെട്ടോടത്ത് തന്നെ മേൽത്തരമായതിനാൽ തമ്പുരാൻ തരുമെന്ന് പറയുന്നു. ആ നിന്ദകളെ ദൈവം എടുത്തു മാറ്റും. ദൈവം പരിഹാസികളുടെ മുമ്പിൽ മാനിക്കുമെന്ന് കർത്താവ് എന്നോട് പറയുവാൻ പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ യേശുവേ, അങ്ങ് പ്രിയമക്കളെ തൊടുന്നല്ലോ, അങ്ങ് പ്രിയമക്കളെ തൊടുന്നല്ലോ, അങ്ങ് ഓരോ വ്യക്തികളെ സ്പർശിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനിപ്പോൾ എല്ലാവരെയും മൈക്ക് മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് ശേഷം നിങ്ങളുമായിട്ട് സൂമിലാണ് ഇടപെടുന്നതെങ്കിൽ മാറ്റാം. യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്,
ഞാനൊരു ഒരു ഭവനത്തെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുക. ആ ഭവനത്തിൻ്റെ അകത്ത് എനിക്കറിയത്തില്ല, ഇങ്ങനെ ഈ സർക്കസുമായിട്ട് ബന്ധപ്പെട്ട്, ഈ സർക്കസുകാരുടെ കൂടാരവും സർക്കസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്ഷനുള്ള ഒരു ഭവനമാണ്. സർക്കസിന്റെ കൂടാരവും സർക്കസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്ഷനുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇന്ന് ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി, അതായത് സർക്കസിന്റെ പരിപാടിക്ക് പോയവരല്ല, സർക്കസുകാരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നത്, നിരാശപ്പെടണ്ട എന്നൊരു വാക്ക് ഉള്ളത്തിൽ പറയുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് തരുക. നിരാശപ്പെടണ്ട, ദൈവം നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കും, നിന്ദകളെ ദൈവം തുടച്ചു നീക്കി പലരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമെന്ന് പറയുവാൻ പറയുന്നു. ഇപ്പോൾ ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ കർത്താവേ, അങ്ങ് ഓരോ വ്യക്തികളെ തൊടുന്നല്ലോ, അങ്ങ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അങ്ങ് സ്പർശിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, അങ്ങ് ഓരോ വ്യക്തികൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവേ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ഷിൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയും. ഷിൻഡോയിനെ ദൈവം സ്പർശിക്കും. ഷിൻഡോയിനെ ദൈവം ഒരു സാക്ഷിയാക്കി ദൈവം മാറ്റും. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ആര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ ദൈവം തൊടുന്നായിട്ട് പറയുന്നു. ആര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ കർത്താവ് തൊടുന്നായിട്ട് പറയുന്നു. ആ ഭവനത്തെ ദൈവം സ്പർശിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു തലമുറയെ കാണിക്കുന്നു. ദുബായിൽ ജോലി സംബന്ധമായിട്ട് അവിടെ പോയിട്ട് 6 മാസം നിന്നു. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നു. അത് മൊത്തവും കാര്യങ്ങളെല്ലാം ഒത്തു വന്നതാണ്. പക്ഷെ തിരിച്ചു വരേണ്ടി വന്നു. പിന്നെ പലതവണ ട്രൈ ചെയ്തിട്ടും പോകാൻ കഴിയാതെ, വീട് വിട്ട് പുറത്തിറങ്ങാൻ കഴിയാതെ കുടുക്കിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു തലമുറയെ ദൈവം തൊടുവാണ്. എൻ്റെ ഭാവിയെ അടയ്ക്കാൻ നോക്കിയതിനെ ഇപ്പോൾ ഞങ്ങൾ ആത്മാവിൽ തുറക്കുന്നു. നന്മയായി തീരുന്നല്ലോ, നന്മയായി തീരുന്നല്ലോ. മെഡിക്കൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ അത്ഭുത സാക്ഷ്യമായിട്ട് മാറുന്നു. യേശുവേ, കാലിന്റെ നീരുകൾ വറ്റിപ്പോകുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ അത്ഭുതകരമായ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പ. 1994 ഉള്ള ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. 94 ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ ഭവനം കാണുന്ന സമയത്ത് വീട് വിട്ട് ആ വ്യക്തി ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഇത് ഇച്ചിരി പഴയതാണ്, 1994 കാലഘട്ടമാണ്. ഈ വ്യക്തി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരെ കാണുന്നത് വഴി സൈഡിൽ, അതായത് വീടിന്റെ അകത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വഴി സൈഡിൽ വലിയൊരു പടുകൂറ്റൻ മാവ് നിൽക്കുന്ന ഒരു സ്ഥലം കർത്താവ് എന്നെ കാണിക്കുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം മാറി. ആ പടുകൂറ്റൻ മാവ് അവിടെ ഇല്ല. സ്ഥലത്തിൽ വ്യത്യാസങ്ങൾ വന്നു. 1994 ഞാൻ കാണുന്നൊരു കാഴ്ച, അന്ന് കണ്ണാടി വെച്ചിരിക്കുന്ന ഒരു പിതാവ്, പ്രായമുള്ളൊരു പിതാവ്, അന്നത്തെ കാര്യമാണ്. അന്ന് ആ ഭവനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നു. അന്ന് ആ കുടുംബത്തിന്റെ അകത്ത് ഞാൻ പ്രായമെത്താതെ മരിച്ച ഒരു വ്യക്തിയുടെ ഫോട്ടോ ആ കുടുംബത്തിൽ കാണുന്നു. ആ ഭവനത്തെ ഇന്ന് കാലങ്ങളായിട്ട് കാർന്ന് തിന്നു വരുന്ന, പല രീതിയിലും ചുറ്റി വരിഞ്ഞു കിടക്കുന്നത് പോലൊരു പ്രശ്നം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറി ദൈവസമാധാനം കർത്താവ് ഇന്ന് കുടുംബത്തിൽ തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഈ അടയാളം കാലപ്പഴക്കം ചെന്ന് കയറിക്കൂടിയതാണ്. ഈ അടയാളം ആ വ്യക്തികളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആത്മാവിൽ അതിനെ വെട്ടിവിടുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്ഥലത്തെയും കർത്താവ് സ്പർശിക്കുന്നല്ലോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ, ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ, ഒരേ ആലോചന ഒരേപോലെ എടുത്തു പറയേണ്ട, നമുക്കുള്ള സമയമാണ്. നിങ്ങൾ സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ഈ സമയം ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവനെ കൊയ്യുവാൻ കഴിയത്തുള്ളൂ. ഈ സുവിശേഷം അന്യകിടങ്ങളിൽ എത്തുവാൻ നിങ്ങൾ വിതയ്ക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ബ്രദറിന് കൊടുക്കുന്നതായിട്ട് കൊടുക്കരുതേ. ബൈബിൾ പറയുന്നത് പോലെ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു നഷ്ടവുമില്ല. ഇത് പിടിച്ചുപറിയോ പിരിവോ ഒന്നുമല്ല. കർത്താവിന്റെ നാമത്തിൽ ഞാൻ വിതയ്ക്കുന്നത് 100 മേനി കൊയ്യും. എൻ്റെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹത്തിന്റെ വാതിലാണ്.
ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ അവരുടെ ജോലിയിൽ ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. വായ്പ മേടിക്കത്തില്ല. ആ കർത്താവ് ജോലിയിൽ എവിടെ ആയിക്കോട്ടെ, ബിസിനസ്സിൽ എവിടെ ആയിക്കോട്ടെ, അവർ പോഷകമായി വളരട്ടെ, ഏറ്റവും മേൽത്തരമായി വളരട്ടെ. നിന്ദകൾ, പരിഹാസങ്ങൾ, തകർച്ചകളൊക്കെ മാറട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ. ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നപ്പ യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ മൈക്കുകളൊക്കെ മ്യൂട്ട് മാറ്റി നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ, ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ബ്രദർ, എനിക്കൊരു സാക്ഷ്യമുണ്ട് ബ്രദർ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ, എന്റെ മകൾ ഈ ഞായറാഴ്ചയാണ് അവള് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ നാട്ടിലേക്ക് വരാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് അവൾ ശനിയാഴ്ച ഇരുന്ന് പാസ്പോർട്ടും പിന്നെ അതിന്റെ അക്കാമ അവിടുത്തെ ലൈസൻസ് കാർഡ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് കാർഡ് കാണാനില്ല. അപ്പൊ അങ്ങനെ എല്ലായിടവും നോക്കി, അരിച്ചു ഉറക്കിയിട്ടൊന്നും കാണാനില്ല. ഒടുവില് വേറെ വഴിയില്ല, പ്ലെയിൻ ക്യാൻസൽ ആക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഒടുവില് എന്റെ മോളെ ഹസ്ബൻഡും അവരെല്ലാരും കൂടെ പെട്ടെന്ന് വേറെ ഫ്ലൈറ്റിലോട്ട് അടുത്ത ഡേറ്റിന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉള്ള പ്ലാൻ ചെയ്തു. അപ്പൊ 4 മണിക്കൂറിന് മുമ്പേ അത് എക്സ്ചേഞ്ച് ചെയ്താലേ ഈ കുറച്ച് പൈസ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് അതിനും പൈസ കൂടുതലും ആവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഓണം സീസൺ ആയതുകൊണ്ട് അങ്ങനെ പൈസയും കൂടുതലാകുന്നു. അപ്പൊ പിന്നെ ഇത് എക്സ്ചേഞ്ച് ചെയ്ത ഏത് ഡേറ്റിന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റി? ഈ കാർഡ് കിട്ടിയാലേ ഇവർക്ക് നാട്ടിലോട്ട് വന്നിട്ട് തിരിച്ചു പോവാനും അവിടെ ചെന്ന് ഇറങ്ങണമെങ്കിൽ ഈ കാർഡ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അന്വേഷിക്കാൻ എല്ലാം അന്വേഷിച്ചു. അവള് ബാഗിൽ തന്നെയാണ് ഇട്ടിരുന്നത് എന്ന് പറഞ്ഞു. ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് അവള് എടുത്ത് ബാഗിലിട്ട 3 ദിവസത്തേക്ക് മുമ്പേ ബാഗിലിട്ട സംഭവമാണ്. പക്ഷെ സംഭവം കാണാനില്ല. ശനിയാഴ്ച തൊട്ടേ അവിടെ ലീവാണ്. ഞായറാഴ്ച ഓഫീസുകളൊന്നും തുറക്കത്തില്ല. ഞായറാഴ്ച രാത്രി 12 മണിക്കാണ് ഇവർക്ക് ഫ്ലൈറ്റ്, നാട്ടിൽ വരണം. അപ്പൊ ഞാൻ മോളെടുത്ത് പറഞ്ഞ, അവളെടുത്ത് ദൈവത്തോട് ആശ്രയിക്കാൻ പറ. ദൈവം വഴി ഒരുക്കും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തെ ആശ്രയിക്കും. ഞാൻ ഫോൺ മെസ്സേജ് ഇടണമെന്നും അവള് നോക്കുന്നില്ല. അവളെല്ലാരെയും വിളിച്ച് പിന്നെ ഇതെങ്ങനെ ഈ കാർഡിന് ഒപ്പിക്കാം, എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ എന്നിട്ടും പറയണു, ഞാൻ മെസ്സേജ് ഇടുന്നു, മാളു ദൈവത്തിന് കഴിയാത്തൊന്നുമില്ല, ദൈവം നിനക്ക് വഴി ഒരുക്കി തരും, നീ ദൈവത്തിനെ ആശ്രയിക്കുക. എന്റെ മെസ്സേജ് നോക്കുന്നില്ല. ഒടുവില് എവള് എല്ലാരെയും ആശ്രയിച്ച് ഏജൻസിക്കാരെ എല്ലാരെയും ഒക്കെ വിളിച്ചിട്ട് അപ്പൊ അവര് ഇതുപോലെ അങ്ങനെ ആർക്കും അവര് അറിവിൽ വന്നിട്ടില്ല. അങ്ങനെ ഒടുവില് പറഞ്ഞ് ഏതോ ഒരു കൊച്ചു ഇതേപോലെ കാർഡ് നഷ്ടപ്പെട്ടു. ഈ കാർഡ് അങ്ങനെ ആ കൊച്ചിന് ആ പയ്യന്റെ അടുത്തുനിന്ന് നമ്പർ വാങ്ങിച്ച് എന്റെ മോക്ക് വിട്ടുകൊടുത്ത് എനിക്ക് വിട്ടുവന്ന് അങ്ങനെ എല്ലാവർക്കും ഇട്ടുകൊടുത്തു. അപ്പൊ അത് ചോദിച്ചിട്ട് അതും വിളിച്ചു പറയണ്, പിന്നെ ഇതില്ല, ഒരു ദിവസം കൊണ്ട് എടുക്കാം, പക്ഷെ ഇത് അവധി ദിവസമായ ഞായറായതുകൊണ്ട് എല്ലാ ഓഫീസുകളും അവധിയാണ്, അതുകൊണ്ട് പറ്റത്തില്ല, ഫ്ലൈറ്റ് ഡിലേ ആക്കണതാണ് നല്ലത് എന്ന്. എല്ലാരും ഒരുത്തരും ഇത് എല്ലാരും ലീവ് ദിവസം ആയതുകൊണ്ട് ഇത് ഒരു കാരണവശാലും നടക്കില്ല, പറ്റൂല എന്ന് പറയുകയാണ്. പിന്നൊടുക്ക എന്റെ മകളുടെ ഭർത്താവും പറയണ, ആന്റി നമുക്ക് പിന്നെ വേറെ ഫ്ലൈറ്റിലോട്ട് പൈസ അടച്ച് എക്സ്ചേഞ്ച് ചെയ്യേണ്ട വഴി നോക്കാം, 4 മണിക്കൂറിന് മുമ്പേ ചെയ്താലേ അങ്ങനെ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ക്യാഷ് മുഴുവനും പോകും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ബ്രദർ പിന്നെ ഇല്ല, അങ്ങനെയൊന്നും വേണ്ട, അവളെ പേപ്പർ ശരിയാവും, നിങ്ങൾക്ക് അവളടുത്ത് ദൈവത്തെ ആശ്രയിക്കാൻ പറ, പേപ്പർ ശരിയാവൂ എന്ന് പറഞ്ഞ്. അപ്പോഴും എന്നിട്ട് ഇവരൊന്നും ആശ്രയിക്കില്ല. എന്നിട്ട് ഞാൻ എന്റെ മൂത്ത മോളെ പറയുന്നു, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ കേൾക്കൂല, നിങ്ങൾ ദൈവത്തിനെ ആശ്രയിക്കൂല എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. ഒടുവില് പിന്നെ ഇവര് മോള് ഇളയ ഞാൻ പറഞ്ഞ് മരുമോന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, അവൾക്ക് പേപ്പർ ശരിയാവും, അവൾക്ക് പറഞ്ഞ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ആ കറക്റ്റ് ടൈമിൽ അവള് വരും, അവള് നാട്ടിലിറങ്ങും എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇവര് ഞാൻ പറയണമെന്ന് ഇവര് കാര്യമാക്കുന്നില്ല. ഇവര് അങ്ങനെ ഒടുവിൽ മോള് ഏജൻസി അവളെ കൂട്ടുകാരൻ ഒരു പയ്യനെ വിളിച്ചുകൊണ്ട് പോയി എന്താ
എന്തായാലും പോയി നോക്കാം അവിടെ ഓഫീസ് തുറന്നിരിക്കുമെന്ന്. എന്നാ ഒരു പ്രതീക്ഷയില്ല. പക്ഷെ അവിടെ സിസ്റ്ററെ ഒരു മിനിറ്റ് അവിടെ സിസ്റ്ററെ, ഈ പോയപ്പോ സാക്ഷി ഒന്ന് ഓഫീസ് വേഗത്തിൽ സിസ്റ്റർ ഒന്ന് വേഗത്തിൽ ചുരുക്കി പറഞ്ഞോണേ. ഇത് കിട്ടിയത് കാര്യം ശരി brother. അടുത്ത ആക്കണം നമുക്ക്. ഓഫീസ് തുറന്നിരുന്ന് അന്ന് കുടം തന്നെ കിട്ടി. പിന്നെ കാർഡ് എടുത്ത് അന്ന് എന്നെ കയറി ആ പ്ലേസിൽ തന്നെ കയറി വരാൻ ദൈവം സഹായിച്ചു ബ്രദർ. അപ്പോഴെന്റെ മാളും എല്ലാരും പറയണു അമ്മയെ സമ്മതിച്ചിരിക്കുന്നു, അമ്മയുടെ ദൈവം ഭാരം തന്നെ എന്ന്. എന്തായാലും യേശു ഒപ്പം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്താ തീർച്ചയായിട്ടും കർത്താവ് യേശു പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് കയറി വേറൊന്നുമല്ല പറയുന്നത്. കർത്താവ് എന്തായാലും അവരുടെ വിശ്വാസത്തെ കാത്ത് നമ്മുടെ പ്രതിസന്ധികളിൽ ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങൾ ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ചുരുക്കി പറയാൻ പറഞ്ഞത് വേറൊന്നുമല്ല. നമുക്ക് അടുത്ത കൂടെ അവസരം കർത്താവ് കൊടുക്കട്ടെ. എന്തായാലും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും വിശ്വാസത്തിന്റെ വലിയ വലിയ പ്രവൃത്തികൾ കുടുംബക്കാരിടയിൽ കുടുംബത്തിൽ കാണുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഹലോ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു ബ്രദറെ, അന്നൊരു നീല സാരി ഉടുത്തിട്ട് വയലറ്റ് തുണി പോലത്തെ സാരി ഉടുത്തിട്ട് ഒരു പെണ്ണ് ബാങ്കിൽ പോയിന്ന് പറഞ്ഞില്ലേ, ഞാനാട്ടാ. ഞാൻ പിന്നെ എന്നിട്ട് അങ്ങനെ മെഡിക്കൽ ഷോപ്പിലേക്കും പോയിരുന്നു. ഓ സിസ്റ്ററെ, അത് ഈ പറഞ്ഞ അടയാള സിസ്റ്ററുടെ ആണോ? ആ അതെ അതെ അതെ, കുറച്ച് അത് ദിവസം വലിയ മുന്നേ കാര്യം. പോയത്. അത് കർത്താവ് എന്നോട് ആ ആലോചന ഏറ്റെടുത്തോണേ സിസ്റ്ററെ. ആ പോയ കാഴ്ച ഞാൻ കണ്ടത് കൊണ്ടാണ് കേട്ടോ സിസ്റ്റർ. ആ ഭയങ്കര ഭാരപ്പെട്ടിട്ടാ പോയത്. എന്നുവെച്ചാൽ ലോൺ അടയ്ക്കാൻ പറ്റാണ്ട് ഒരുപാട് ചീത്തയും പറഞ്ഞു ബാങ്കിൽ നിന്ന്. അത് ഭയങ്കര ഭാരപ്പെട്ടിട്ട് ഞാൻ പോയി വരുന്നായിരുന്നു അന്ന്. അയ്യോ, കർത്താവ് അത് കണ്ടു കേട്ടോ. അത് ഞാൻ എന്നാ സിസ്റ്ററെ നടന്നത്? അതിപ്പോ ഒരു 2 ആഴ്ച ആയിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് നടന്ന കാര്യമാണ് ഇന്ന് കർത്താവ് കാണിച്ചത്. അതിന്റെ അർത്ഥം തമ്പുരാൻ ഉറപ്പിക്കുകയാണ്. അതിന് ശേഷം സിസ്റ്റർ എങ്ങോട്ടാ പോയത്? ഞാൻ മെഡിക്കൽ ഷോപ്പിൽ കയറി, ക്രാവിന് ഗുളിക മേടിക്കും മെഡിക്കൽ ഷോപ്പിൽ കയറിയിരുന്നു. ഓ സ്വോത്രം. ഈ കാര്യം വല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല ബ്രദറെ, ഇല്ല, ആരോടും അത് പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ ഉറപ്പിച്ചോട്ടെ. ഭാരപ്പെട്ട ആരും അറിഞ്ഞിട്ടില്ല. ഓ കർത്താവ് അത് കണ്ടു കേട്ടോ. ദൈവം അത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്. ദൈവം വലിയൊരു സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് ബ്രദറെ, യു. എന്തോ ടിൻഡോ എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞില്ലായിരുന്നു? ആ അത് ഞാനായിരുന്നു. ഏറ്റെടുത്തോ ബ്രദറെ. അതിന്റെ എന്താണോ കർത്താവ് പറഞ്ഞ ആലോചന ഈ ദിവസങ്ങളിൽ എഴുതി വെച്ചോണം കേട്ടോ എല്ലാവരും. ആലോചനയൊക്കെ പറഞ്ഞു. സൗദി ഒരു ആളിന്റെ കാര്യം പറഞ്ഞു. അതെന്റെ അനിയത്തിയുടെ മോളാണ്. അവിടെ അച്ഛനാണ് ബാബു. അത് ഏറ്റെടുത്ത സിസ്റ്റർ ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു സാക്ഷ്യം തേമ്പണം തുറക്കാൻ വേണ്ടി പോട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണോ എന്തോ പറഞ്ഞു ബ്രദർ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു ബ്രദർ ഇന്ന് പറഞ്ഞായിരുന്നല്ലോ, ആര്യ എന്ന് പറഞ്ഞിട്ട് ഒരു മോള് കർത്താവ് തൊടുന്നു. അതെന്റെ അനിയത്തിയുടെ മോളാണ്. പിന്നെ ബ്രദർ, എന്റെ മകളുടെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പ്രയർ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. മോള് കാനഡയിലെ ഒറ്റയ്ക്കാണ്. അപ്പൊ മോക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണം. അവള് ഡൈവേഴ്സ് എല്ലാം കഴിഞ്ഞ് ഭയങ്കര പ്രശ്നത്തിലോടുകൂടി. ദൈവം അത്ഭുതമാക്കി കരയാണല്ലോ സിസ്റ്റർ. ദൈവം അത്ഭുതമാക്കി മാറ്റും. പ്രയർ റിക്വസ്റ്റ് നമ്മുടെ ഈ പ്രയറിലേക്ക് അയക്കുക. സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് മകളെ സാക്ഷ്യമാക്കും, അത്ഭുതമാക്കി ദൈവം മാറ്റും. ഇന്ന് കർത്താവ് പേര് വെളിപ്പെടുത്തിയല്ലോ, അവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവം അത് സാക്ഷ്യമാക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശു എന്തോ സർക്കസിലുള്ള ബന്ധമുള്ളെന്ന് പറഞ്ഞാൽ അത് എന്റെ ആങ്ങളെയായിരുന്നു ബ്രദറെ. സർക്കസുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞല്ലേ? എന്റെ ആങ്ങള് നേരത്തെ സർക്കസിലായിരുന്നു. അപ്പൊ എന്റെ ഈ ആങ്ങളുടെ നേരെ മൂത്ത ആങ്ങള് മരിച്ചുപോയി. അപ്പൊ ഞാൻ ഈ വിശ്വാസത്തിലായതുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ കൊന്നതെന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഭാരമായിട്ട്. ഇന്ന് ഞാനൊരു ചേച്ചിയോട് സംസാരിച്ചപ്പോ ആ ചേച്ചിയുടെ ഭർത്താവിനെ അത് കൊന്നു ആൾക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിന്ന് ഒത്തിരി വിഷമിച്ചായിരുന്നു ഇതിനെ കുറിച്ചിട്ട് ഓർത്തിട്ട്. അയ്യോ കർത്താവ് എത്രത്തോളം കണ്ടു. ഞാനത് പ്രാർത്ഥിച്ചപ്പോ സിസ്റ്റർ ഞാൻ ആദ്യം ഓർത്തി സർക്കസുകാരുടെ കൂടാരമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഓർത്തു എങ്ങനെ സർക്കസ് അല്ലോ. പക്ഷെ എന്റെ ഉള്ളത്തിൽ പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കുടുംബം അത് കേൾക്കുന്നുണ്ട്. സിസ്റ്റർ കേട്ടല്ലോ ആലോചന. ആ നിന്ദകളെ പരിഹാസങ്ങളെ കർത്താവ് അതെടുത്ത് മാറ്റാൻ വേണ്ടി പോയി. സിസ്റ്റർ ഈ കാര്യം വല്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സർക്കസിന്റെ കാര്യവും കുടുംബക്കാരുടെ ഇടയിൽ യേശു അത് കാണുന്നു കേട്ടോ. കർത്താവ് ഈ അടയാളങ്ങളാൽ ഉറപ്പിക്കുകയാണ്. ദൈവം സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഉയർത്തും ദൈവം. ഇന്ന് കേട്ട പരിഹാസങ്ങൾ മുഴുവനും ദൈവം അങ്ങനെ ഇടപെട്ടതുപോലെ തന്നെ സാക്ഷിയാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ ചേർന്ന് നിന്നോ ദൈവമായിട്ട് കേട്ടോ. എന്തോ പേര് അനന്യ എന്നാണ് ബ്രദറെ. ഇന്ന് ആര്യ എന്നൊരു പെൺകുട്ടിയുടെ ആലോചന പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ട് സിസ്റ്റർ പറഞ്ഞു.
ബ്രദർ ഇന്നൊരു ആലോചന പറഞ്ഞായിരുന്നു ആര്യ എന്ന പെൺകുട്ടി വേണ്ടിയിട്ട് ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദറെ. ഏറ്റെടുത്തു സിസ്റ്ററെ. ഒരേ ആലോചന എന്റെ ഒരേപോലെ ആങ്ങളയുടെ വരുന്നവർ മോളാണ് എടുത്തു. ആര്യ. ആ അവളിപ്പോ UK പഠിക്കാൻ വേണ്ടി. മോൾക്ക് ദൈവം അത് വിശ്വാസത്തിലല്ല അവൾക്ക്. ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിലും ഞാൻ വചനങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. വളരെ കഷ്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അത് കുടുംബത്തിന്റെ മൊത്തം ഭാരവും മോളുടെ ചുമല്ല. പഠിക്കാൻ പോയതാണെങ്കിലും ദൈവം അത് സാക്ഷിയാക്കുന്ന സിസ്റ്ററെ. മോക്ക് വേണ്ടി ആലോചന കർത്താവ് ഇടപെട്ടതാണ്. ദൈവത്തിൽ ഒരേ ഏൽപ്പിച്ചു. ആലോചന ഒരേപോലെ വരുന്നവരെ സ്വീകരിച്ചോളം ദൈവം അത് സാക്ഷ്യമാക്കി പ്രവർത്തിക്കും കേട്ടോ. ബ്രദറെ ഗോഡ് എന്റെ ബ്ലസ് യു. പേരും ആര്യ എന്നാണ്. ഞാനും ഞാൻ പറഞ്ഞു ആലോചന സിസ്റ്റർ, ഏറ്റെടുക്കണം. ഒരേ ആലോചന ഒരേപോലെ വരുന്നവർ ഏറ്റെടുത്താൽ മതി. നിങ്ങൾ എടുത്ത് പറയണമെന്നില്ല. അടുത്തയാൾക്കും കൂടെ കർത്താവിന്റെ ദൈവ പ്രവർത്തി പറയാൻ വേണ്ടി അവസരം കൊടുത്താട്ടെ. ഗോഡ് ബ്ലസ് യു കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ ഒരു എന്തോ മെമന്റോ ഒരു ടിവിയിലുള്ള റൂമിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞില്ലേ? ഏതാ ഒരു സിസ്റ്ററെ? മെമന്റോ ആ ഇങ്ങനെ ഒരു ടിവിയുള്ള റൂമിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞില്ലേ? ആ ആ അവിടെ അതെന്റെ മോന് കിട്ടിയതായിരുന്നു ആ മെമന്റോ. മോൻ അത് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും. ഓക്കെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ എന്റെ മോൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണിട്ട് അവന്റെ ഒരു അപകടവും പറ്റിയില്ല. കയ്യിന്ന് അങ്ങനെ 2 ഭാഗത്ത് ഇങ്ങനെ തൊലി ഇങ്ങനെ കുറച്ച് പോയിന്ന് മാത്രമല്ല. കൂടെ ഉള്ള ആള് തലക്ക് ഇത് പറ്റിയിട്ട് ICUലാണ്. എന്നാലും വലിയ കുഴപ്പമില്ല. കർത്താവ് കാത്ത് പരിപാലിച്ചതിന് നന്ദി. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. കർത്താവ് സിസ്റ്ററെ വലിയ പ്രവൃത്തിയാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായിത്തീരും കേട്ടോ. നന്മയാക്കി ദൈവം നന്മയാക്കി മാറ്റും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് മാറ്റും. കൂടെ ഉണ്ട് ബ്രദർ. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. മൂത്ത മകള് അതേ ദിവസം തന്നെ മൂത്ത മകളും രാവിലെ ഉറക്കഴിച്ചിട്ട് വന്ന് വിരലിലെ അന്ന് രാത്രി എടുത്ത് കയ്യിലിട്ടതാണ് ബ്രദർ വിരലില് മോതിരം. രാവിലെ കുറെ മാസങ്ങൾക്ക് മുമ്പേ മോതിരം എടുത്ത് കയ്യിലിട്ടതുപോലെ നീരടിച്ച് അങ്ങനെ ഇറുവി പുതഞ്ഞിരുന്നു. ഒരു കാരണവശാലും അത് ഊരാൻ പറ്റത്തില്ല. അത് വെട്ടിയെടുക്കാനേ പറ്റത്തുള്ളൂ. വെട്ടിയെടുക്കാനും ഭയങ്കര പാടായുള്ള രീതിയിലാണ്. ഞാൻ കർത്താവിന്റെ വചനം പറഞ്ഞ് ഞാൻ വാഗൊണ്ട് വചനം വിളിച്ച് പറഞ്ഞ് എണ്ണയിട്ട് അത് പതുക്കെ എങ്ങനെ ഊരി വന്നെന്ന് എനിക്ക് തന്നെ അതിശയമായിരുന്നു ബ്രദർ. ഞാൻ പറഞ്ഞ കർത്താവെ, ഞാൻ ഇത് വൈകുന്നേരം സാക്ഷ്യം പറയും. എനിക്ക് ഇന്നലെ സാക്ഷ്യം പറയാൻ പറ്റിയില്ല ബ്രദർ. യാത്രയിലായിരുന്നു. എനിക്ക് പറയാനും പറ്റിയില്ല. തീർച്ചയായിട്ടും സിസ്റ്റർ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് വിഷയമായിക്കോട്ടെ, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഏത് വിഷയത്തിലും യേശുവിന്റെ നാമം ഉപയോഗിച്ചാൽ അത്ഭുതം ഉണ്ടെന്നുള്ളതിന്റെ കാര്യമാണ്. ഇനിയും കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു ബ്രദറെ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, കാനഡയിലുള്ള മോൾ അവൾ അവിടെ പഠിക്കാനായിട്ട് അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ബ്രദർ. ഡൈവേഴ്സ് എല്ലാം അതൊക്കെ കഴിഞ്ഞു. അതിന്റെ ഓർഡർ എല്ലാം കിട്ടി. അപ്പൊ സൈക്കോളജി മാസ്റ്റേഴ്സ് പഠിക്കാൻ അഡ്മിഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന് അഡ്മിഷൻ കിട്ടണം. പിന്നെ അവരുടെ മനസ്സൊന്ന് നേരെയാകണം. അതൊക്കെയാണ് തീർച്ചയായിട്ടും സിസ്റ്ററെ. അത് മോളെ ദൈവം അത്ഭുതമാക്കി മാറ്റും. സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. നമ്മൾ ഈ കാണുന്ന നമ്മുടെ പ്രെയർ ലൈൻ നമ്പറിലേക്ക് അത് അയക്കുക. ഞാൻ ഈ സമയത്ത് പ്രെയർ റിക്വസ്റ്റ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. അത് സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരും? വേഗത്തിൽ പറഞ്ഞാട്ടെ, സമയം ഒത്തിരി മുന്നോട്ട് പോയല്ലോ. പറഞ്ഞു. ഇന്ന് രാവിലെ മോർണിംഗ് മെസ്സേജില് പ്രസീതയുടെ മോളെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞത് ഞാനാണ്. എന്റെ മോളെ ആമേൻ. തീർച്ചയായിട്ടും ഏറ്റെടുത്ത സിസ്റ്ററെ. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്റർ. ചെറിയൊരു സാക്ഷിയാണ്. അതായത് ഞാൻ ഇന്ന് കുറച്ച് മാഗി കഴിക്കരുത് ഞാൻ കുട്ടികളോട് പ്രത്യേകം പറയണത്. മാഗിയിലുള്ള ഒരു കെമിക്കൽ അത് നമ്മുടെ വയറിന് ശരിയാവില്ല. പക്ഷെ മോനിന്ന് കുറച്ച് കൊണ്ടുവന്നപ്പോ ഞാൻ വിശന്നിരിക്കണ നേരം അതൊന്നും ഓർക്കാതെ അങ്ങടെ കഴിച്ചു കുറെ കഴിഞ്ഞപ്പോണ്ടല്ലോ വയറൊരു സൈഡ് അങ്ങോട്ട് വീർത്തു, കൈമോടെ ഒക്കെ തടിപ്പ് പൊന്തി. പക്ഷെ അപ്പൊ തന്നെ ഞാൻ സഡൻലി യേശുവിന്റെ അടിപ്രാണിക്ക് സൗഖ്യം വന്നു യേശുവിന്റെ തിരുമുറ സൗഖ്യം വന്ന് 2 വശത്തും കൈവച്ച് പ്രാർത്ഥിക്കില്ല. സഡൻലി ഇത് 2 ഔട്ടായി.
യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. നന്ദി കർത്താവെ, അങ്ങ് ഞങ്ങളെ കൊടുത്ത പഠിപ്പിച്ച ആമേൻ. തീർച്ചയായിട്ടും നമുക്ക് കർത്താവ് ചെയ്യുന്ന അടയാളങ്ങൾക്കായി നന്ദി പറയുന്നു. ഇനിയും പ്രാർത്ഥിക്കുക. ഇനി ചെറിയതും വലുതുമായിട്ടുള്ള സകല വിഷയത്തിന്റെ മേൽ ദൈവം സാക്ഷിയാക്കി മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരാൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ഇന്നലെ ഒരു ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു. പാസ്പോർട്ടിന്റെ ടിയിൽ തുടങ്ങുന്ന അത് എന്റെ മോളുടെ ടിയിൽ തുടങ്ങുന്ന, അത് കഴിഞ്ഞാണ് അക്കങ്ങൾ വരുന്നത്. അതിനകത്ത് 6 ഉണ്ട്, പേര് അതിനകത്ത് സിയുമുണ്ട് ബ്രദറെ. അത് കൈവച്ച് മോളുടെ ആ പാസ്പോർട്ടിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ദൈവത്താൽ ഒരു നന്മ, വലിയൊരു യാത്ര, ദൈവം അനുഗ്രഹിച്ചൊരു യാത്ര വരാൻ വേണ്ടി പോകുന്നു. അത് നിങ്ങളുടെ ലൈഫ്, കുടുംബം തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ്. ദൈവം അത് ഒരുക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ബാക്കി സാക്ഷ്യങ്ങൾ കേൾക്കാം പിന്നെയും തുടർമാനമായിട്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുക. ഒരു സാക്ഷ്യം പോലും പറയാതെ പോരുതേ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ കർത്താവ് ഇടയായിത്തീരും. വലിയ നന്മകളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വലിയ പ്രവൃത്തികളാൽ ദൈവം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. നന്ദിയോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന്